ഡിഫറെന്റ് കളേഴ്സും ഉണ്ട്, സൈസും അവൈലബിൾ ആണ്. 499 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. 3XL ആണ് ഇത് സൈസ് വരുന്നത് തന്നെ. ഓഫർ ഉണ്ട്, റീറ്റെയിൽ ആണ്, സിംഗിൾ പീസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. 5XL കുർത്തി കേട്ടോ. പാന്റ് നോക്കിക്കേ, ഒരു ഷറാറ ടൈപ്പ്, പക്ഷെ 2 ഫ്ലെയർ വന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതൊരു ക്രോപ്പ് ടോപ്പും പലാസോ പാന്റ് ആയിട്ട് വരുന്നതാണ്. ഇത് നെക്കില് മാത്രം വർക്ക് വന്നിട്ടുള്ളതല്ലേ? സ്ലീവ് ഒരു ഭയങ്കര പ്രത്യേക സ്ലീവ് ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ടൈപ്പ് ആണ് കഫ്താൻ. ഇത് അത്യാവശ്യം 5XLകാർക്ക് വരെ നമുക്ക് വെയർ ചെയ്യാം. അവർക്കും വെസ്റ്റേൺ വെയർ ചെയ്യണമല്ലോ. ഇതൊക്കെ നോർമൽ ടീനേജേഴ്സിന് പറ്റിയ നോർമൽ ടോപ്സ് ആണ്. ഇതൊക്കെ നോർമൽ ടൈപ്പ് നമുക്ക് ഡെയിലി ഇപ്പോൾ ഒരു ഓഫീസ് വെയർ കോട്ട് സെറ്റ്. ഇതിന്റെ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ആണ്. ഇതൊരു ലോങ് വെസ്റ്റേൺ ട്യൂണിക് വരുന്നതാണ്. കഫ്താൻ ടൈപ്പും ഒരു സൈഡ് സ്ലീവും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനിവേഴ്സറി ഒരു കൊല്ലത്തിന്റെ ആനിവേഴ്സറി ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അതും റീറ്റെയിൽ ആയിട്ട് സിംഗിൾ പീസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓഫർ 1 ഇയർ അതിന്റെ ആനിവേഴ്സറി ഓഫർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയാനായിട്ട് എറണാകുളത്താണ്. എറണാകുളത്ത് മട്ടാഞ്ചേരി റോഡ്, അവിടെ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ കപ്പലണ്ടി മുക്കില് വെസ്റ്റ് സൈഡ് ഹോസ്പിറ്റൽ. ഇത് കുറച്ച് പഴയ ഹോസ്പിറ്റലാണ്, ഇപ്പൊ പൂട്ടിക്കിടക്കാണ്. പക്ഷെ ഈ ഒരു വെസ്റ്റ് സൈഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫേമസ് ആണ്. ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. അതിന്റെ തൊട്ടടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് ദിയ ബുട്ടീക്സ്. ഓഫർ ഉണ്ട്, റീറ്റെയിൽ ആണ്, സിംഗിൾ പീസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് വരൂ. ഓഫർ ആനിവേഴ്സറി ഓഫർ നടക്കുന്നുണ്ട്. ഇവിടെ ആളെവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് മുതലാളി. ഹായ്, വെൽക്കം. താങ്ക് യു. ഇവിടെ എന്താ ഓഫർ നടക്കണ്ടല്ലോ? അവിടെ ബോർഡൊക്കെ കണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആയി. ഒരു മിനിറ്റ്, മൈക്ക് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആയി. അപ്പൊ ഞങ്ങളിവിടെ 1 ഇയറിന്റെ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒന്ന് കാര്യമായിട്ട് അപ്പൊ ഒരു ഇയറിന്റെ ആനിവേഴ്സറി ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ഓഫർ, കാര്യങ്ങളൊക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അതിന്റെ ഒപ്പം തന്നെ ഓഫർ എന്താണെന്നുള്ള അതും നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു സ്ഥലത്തെ ലുക്ക് ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിന് മുന്നേ പേര്, എന്റെ പേര് ഖദീജ ബീവി. അപ്പൊ ഈ ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ, സ്പേസ് ഉള്ളിലും ഉണ്ടല്ലേ? അതെ. ഇതിപ്പോ നമ്മുടെ ഒരു വെസ്റ്റേൺ ഏരിയ ആണ്. വെസ്റ്റേൺ ഏരിയയില് അത്യാവശ്യം എല്ലാം ഉണ്ട്. ക്രോപ്പ് ടോപ്പ് മുതൽ ഫുൾ ഗൗൺസ് വരെ എല്ലാ ഐറ്റംസ് ഉണ്ട്. അതെ. ഈ ഒരു ഏരിയ പിന്നെ ഇവിടെ ഇങ്ങോട്ട് നമുക്ക് 3 പീസ് മെറ്റീരിയൽ, നോർമൽ ടോപ്സ്. അപ്പൊ ഈ ഒരു സെക്ഷനിലേക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്തൊക്കെ ഐറ്റംസ് വരും എന്ന് പറഞ്ഞാൽ ഗൗൺസ് വരുന്നുണ്ട്, പാർട്ടി വെയർസ് വരുന്നുണ്ട്, 3 പീസ് സെറ്റ് തന്നെ പാർട്ടി വെയറിൽ നോർമലില് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നോർമൽ ടോപ്സ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വായോ ഖദീജ ബീബി, ഇവിടുത്തെ ഓണർ. ഇപ്പൊ 1 വർഷമായി ശരിക്കും നമുക്ക് തുടങ്ങിയിട്ട്. അപ്പൊ അതിന്റെ ഒരു ഓഫറാണ് നമ്മൾ ചെയ്തോണ്ട്. അതെ, ആഘോഷം പെരുന്നാൾ വന്ന പോലെ. അപ്പൊ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സിനെ കുറിച്ച് ആദ്യം പറയാം. ഇതും ഇവരുടെ ഓൺ കളക്ഷൻ ആണ്. നമ്മുടെ ദിയ ബുട്ടീക്സിലത്തെ 3 പീസിന്റെ ഒരു സെറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം ഫുൾ ഹെവി വർക്ക് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ. നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇത് കുറച്ച് വർക്ക് കുറഞ്ഞിട്ടാണെങ്കിലും ചെയ്യും, വർക്ക് കുറച്ച് കൂടുതലായിട്ടാണെങ്കിലും നമ്മൾ ചെയ്യും. കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ചിട്ട്, അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച്. അതെ. ഒരു 20 to 25 വർക്കിംഗ് ഡേയ്സ് നമുക്ക് കിട്ടണം എന്ന് മാത്രമേ. ഓക്കെ, അപ്പൊ ബഡ്ജറ്റ് അനുസരിച്ച് വർക്ക് കുറയ്ക്കണോ കൂട്ടണോ എവിടെ വേണമെങ്കിലും അങ്ങനെ. ഇനിയിപ്പോ ദുപ്പട്ടയ്ക്ക് വർക്ക് വേണം. ഹെവി വർക്ക് വന്നോണ്ടാണ് നമ്മൾ ദുപ്പട്ട ഭയങ്കര സിമ്പിൾ ആക്കിയത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് ദുപ്പട്ട വേണമെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോ പാന്റ്, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് സറാറ മോഡലാണ്. പക്ഷെ അത് വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള പാന്റോ ലെഗിൻസ് ടൈപ്പോ എങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് അപ്പൊ കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് കണ്ടാലോ. ഇപ്പൊ അതിന്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡ് വരുന്നതാണ് ഇങ്ങനെ. ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്, പക്ഷെ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ? അതെ. ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന, പൊതുവെ കാണാത്ത ഒരു കോമ്പിനേഷനും ഷെയ്ഡും ആണിത്. ഓക്കെ, ഇത് കളറൊക്കെ നമ്മൾ പറയണ പോലെ നിങ്ങൾ ചെയ്തുതരും. എങ്ങനെ വേണമെങ്കിൽ ചെയ്തുതരും. നമ്മൾ ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ തോന്നുന്നു പാകിസ്ഥാനി ടൈപ്പ് ആണ്. 3 പീസിന്റെ ഒരു സെറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടുന്ന് ഓരോരോ കളക്ഷൻസ് ഒന്ന് കാണിച്ചു കൊടുക്കും. കാണിക്കാലോ. ഇതിപ്പോ നോർമൽ ആലിയയിൽ വന്നൊരു പാറ്റേൺ ആണ് വിത്ത് ഓർഗൻസ ദുപ്പട്ട. ഇതേപോലെ സ്കാലപ്ഡ് ആയിരിക്കും. അതുപോലെ ഫുൾ സ്ലീവിലാണ്. ഇതിപ്പോ കസ്റ്റമർ എടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇത് ആക്ച്വലി ഇതിന്റെ ലൈനിങ് ഇല്ല. ഇനിയിപ്പോ അവർക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. യൂണിറ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കും. അപ്പൊ ലൈനിങ് വേണോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഫുൾ വർക്ക് വേണോ, അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു. ഇങ്ങനത്തെ ചെറിയ ചെറിയ വർക്കിനൊക്കെ നമുക്കൊരു 2 days മതി. ബാക്കിയാണെങ്കിൽ ഫുൾ ഒരു കസ്റ്റമൈസ് ഒരു ഡ്രസ് ഫുൾ കംപ്ലീറ്റ്ലി ചെയ്തെടുക്കാനാണ് നമ്മൾ 20 to 25 ഡേയ്സ് വേണ്ടി വരാം. ഇനിയിപ്പോ ഇതൊരെണ്ണം ഇഷ്ടമായി അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന
ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒരെണ്ണായാലും നിങ്ങൾ കൊറിയർ അയച്ചു തരുന്നത് തീർച്ചയായിട്ടും കൊറിയർ ചെയ്ത് തരും. അത് കൂടാണ്ട് ഡയറക്റ്റ് വരാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോ ഒരു കഫ്താൻ ടൈപ്പ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ടൈപ്പ് ആണ് കഫ്താൻ. ഇത് 2 പീസ് ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇന്നറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മള്. ഇതിൽ ഇന്നർ ഇല്ല, വേറെ സെപ്പറേറ്റ് ഇന്നർ ഉണ്ട്. സെപ്പറേറ്റ് ഇന്നർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ഇതാണ് ഇന്നർ വരുന്നത്. ഓക്കെ. ഇത് ഇന്നർ, അതിന് മുകളിൽ ജസ്റ്റ് കഫ്താൻ മോഡലായിട്ട് ഇങ്ങനെ ഇടാം. ഇത് ഹാൻഡ് വർക്ക് ചെയ്തതാണ്. ഇതിന്റെ വർക്ക് നന്നായിട്ട് കേട്ടോ. പിന്നെ ഒരു ഡിഫറെന്റ് മോഡലായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ബാക്ക് കുറച്ച് ഇറങ്ങിയ ഹൈലോ പാറ്റേൺ. അതെ 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 അതെ, ഹൈലോ പാറ്റേണില് കഫ്താനില് വിത്ത് പാന്റ്. അതെ, വിത്ത് പാന്റ്. അങ്ങനെ ദുപ്പട്ട നമുക്ക് ഇവിടെ വേറെ ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ പെയർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് കഫ്താൻ മോഡലായി ഡയറക്റ്റ്. പിന്നെ നമുക്ക് ഫുൾ വർക്ക് ഉള്ളതായിട്ടുണ്ട്. അതെ, ഇതും അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. നമ്മളങ്ങനെ എവിടെയും അങ്ങനെ കാണാത്ത ഒരു പാറ്റേൺ ആണ്. ഇത് ഫുള്ള് നമ്മൾ ചെയ്ത വർക്കാണ്. സൈഡിലാണ് ഇതിന്റെ കട്ട് വന്നിരിക്കുന്നത് അല്ലേ? ഇതിന്റെ ദുപ്പട്ട ഒന്ന് നോക്കിയാൽ കാണാം. അത്യാവശ്യം ഇത് ആദ്യം ഇതിന്റെ ഈ ലുക്ക് നോക്കാം നമുക്ക്. ഇതിന്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ടോപ്പ് ടു ബോട്ടം വരെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. അത് കൂടാതെ സറോസ്കിര വർക്കും ആ നെക്കിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ നമുക്ക് നെക്കിൽ അടിപൊളി വർക്ക് വന്നത്. പിന്നെ ഇതിൽ സൈഡിലാണ് ഇതിന്റെ ഒരു സ്ലിറ്റ് കട്ട് വന്നിരിക്കുന്നത്. വിത്ത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. കോൺട്രാസ്റ്റ് ദുപ്പട്ട. ഈ ദുപ്പട്ടയാണ് അതിന്റെ ഹൈലൈറ്റ്. പാന്റ് നോക്കിക്കേ, ഒരു ഷറാറ ടൈപ്പ്, പക്ഷെ 2 ഫ്ലെയർ വന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? 2 ടയർ ആയിട്ട് വരുന്നത് അല്ലേ? അതിൽ ദുപ്പട്ട വരുമ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടുത്തൊരു കളക്ഷൻ. നമുക്ക് സൈസും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഒരു 5XL 6XL വരെ നമുക്ക് സൈസ് അവൈലബിൾ. ഇങ്ങനത്തെയൊക്കെയോ? ഓ 6XL സൈസ് വരെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു നോർമൽ സൽവാർ ആണ്, ക്രേപ്പ് മെറ്റീരിയൽ വരുന്നത്. ഇത് തന്നെ 3XL ആണ്. നമുക്ക് ഇതിന്റെ 5XL വരെ അവൈലബിൾ ആണ്. ഓക്കെ. ഇത് എങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല നമുക്ക്? ചെയ്യാം ഇതിനനുസരിച്ചിട്ട്. പിന്നെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഒക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് ലോ ബഡ്ജറ്റിന്റെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോ ജസ്റ്റ് നമ്മുടെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് എടുത്തത്. അത്രയും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് വരുന്നുണ്ട്. ഇതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതിലും അത്യാവശ്യം വർക്ക് വന്നിട്ട് ഒക്കെ സിൽവറിലാണുള്ള ഫുൾ വന്നിരിക്കുന്നത്. അതെ, ഇത് പൊതുവേ ഇപ്പൊ നമ്മളെപ്പോഴും 3 പീസിൽ പറയുമ്പോൾ പാന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ എന്താ പറയാ ഷറാറ ടൈപ്പ് പാന്റ്, അല്ലെങ്കിൽ സ്ട്രേറ്റ് കട്ട്. ഇതിനകത്ത് വരുന്നത് നല്ല ഭയങ്കര ലൂസ് എലിഫന്റ് പാന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലൂസ് ടൈപ്പിൽ വരുന്നതാണ്. ലൂസ് പാന്റ് ടൈപ്പ്. അതുപോലെ തന്നെ ഒരു ലൂസ് ആയിട്ട് ഇങ്ങനെ ഫിറ്റ് ആയിട്ട് വരുന്ന മോഡൽ അല്ല. കുറച്ച് ഒരു പാകിസ്ഥാനിയിലൊക്കെ വേണമെങ്കിൽ. അതേപോലെ ഇതൊക്കെ നമുക്ക് വലിയ സൈസിൽ കിട്ടില്ല. ഇതൊക്കെ ഇപ്പൊ XXL 3XL ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ വേണം. അതെ, എല്ലാവർക്കും ഇങ്ങനെ ഭംഗിയുള്ളത് ഇടുമ്പോഴാണ്. എന്നാൽ എന്താ ചെയ്യുക, ഡ്രസ് ഇല്ലെങ്കിൽ പുറത്തുനിന്ന് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമേ XL തൊട്ട് ഒരു സ്മോൾ തൊട്ട് XL വരെ ആയിരിക്കും അത്യാവശ്യം ഇങ്ങനത്തെ ഒരു നല്ല ഇവിടെ നമുക്ക് 3XL 4XL 5XL വരെ അവൈലബിൾ. ഓക്കെ. പിന്നെ കളറും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതും അങ്ങനെ തന്നെ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഫുൾ വർക്കിൽ സ്കേർട്ട് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. ഓക്കെ. കൂടുതൽ ഈ സ്കേർട്ട്, എലിഫന്റ് പാന്റ്, സറാറ ഗറാറ മോഡൽ അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത് അല്ലേ? നോർമൽ ആയിട്ടുള്ളതുണ്ട് അല്ലേ? ഇത് അത്യാവശ്യം ഫ്ലയർ ഉണ്ടല്ലോ. അതെ, നന്നായിട്ട് സ്കേർട്ടിൽ നന്നായിട്ട് ഫ്ലയർ വരുന്നുണ്ട്. 3XL ആണ് ഇത് സൈസ് വരുന്നത് തന്നെ. ഓ കണ്ടോ? പിന്നെ ഫുൾ വർക്കാണ് വരുന്നത് ടോപ്പ് ടു ബോട്ടം വരെ ഫുൾ വർക്ക്. അത്യാവശ്യം ഒരു മെഹന്തിക്കോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് പാർട്ടിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സെയിം ആ ഒരു ടോപ്പ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്ന ആ ഒരു വർക്ക് തന്നെയാണ്. പിന്നെ വർക്കൊക്കെ ഇവരുടെ സ്വന്തമായിട്ടുള്ള യൂണിറ്റ് ഉണ്ട്. നമുക്ക് ഇനി ഏതെങ്കിലും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ചെയ്തു തരുന്നത്. അതെ, കാരണം വർക്ക് ചെയ്യാനും കുറച്ച് സമയം വേണമല്ലോ അല്ലേ? പിന്നെ ഇത് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. നോക്കി, ബ്ലാക്ക് ദുപ്പട്ട വീനെക്കിലാണ് അല്ലേ? സിമ്പിൾ ആയിട്ട് എന്ന് പറയുമ്പോ നെക്കിന്റെ വർക്ക് തന്നെ വന്നപ്പോ മതി, ധാരാളം ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത്. കണ്ടോ, ഫുൾ വീവിങ്ങിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ഇത് ഫുൾ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട. അത് ദുപ്പട്ട ഇല്ലെങ്കിലും ആ ഒരു ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയാണ്. ഇതൊക്കെ 3 പീസിൽ വരുന്ന കോൺസെപ്റ്റ് ആണ്. ഓവറോൾ ഇപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും ഏകദേശം? സ്റ്റാർട്ടിംഗ് ടോപ്സ് തൊട്ട് വരുന്നത് 450 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് അല്ലേ? ഓവറോൾ വരുന്നത് അല്ലേ? 450 തൊട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് ആ വരുന്നത്. എല്ലാത്തിന്റെയും റേറ്റ് പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ മതി. ഓക്കെ. അടുത്തത് നോക്കുകയാണെങ്കിൽ ആലിയ കട്ട്. അതെ, ആലിയ കട്ടില് സിമ്പിൾ ആയിട്ട് വരുന്നത് നമുക്ക് എങ്ങനെയും നമുക്ക് വെയർ ചെയ്യാം. ഇതിന്റെ ഷോള്
സാധാരണ ദുപ്പട്ട പ്ലെയിൻ ആയിരിക്കും ഇങ്ങനെ വരുന്ന ആലിയ കട്ടിലൊക്കെ. ഇത് കുറച്ചൊരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ കളർ കോമ്പിനേഷൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷൻ. പിങ്ക് എങ്ങനെ മറക്കാൻ പറ്റൂല, നമ്മുടെ ലേഡീസിന്റെ കളറാണല്ലോ പിങ്ക്. അതെ, ഇതാ ഇതില് വി നെക്കിലാണ് കേട്ടോ ഇങ്ങനെ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. വി നെക്കൊക്കെ ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം. അതിൽ 3/4 വിത്ത് 3 പീസ് ആണല്ലേ? 3 പീസ് ആണ്. ഇതും 3 പീസ് ആണ് വിത്ത് ദുപ്പട്ട. അതെ, ദുപ്പട്ട ഫുൾ വീവിങ്ങും അതുപോലെ സമോസ ലേസിന്റെ ഡീറ്റെയിലിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. വർക്കും ഉണ്ട്. അതേപോലെ താഴത്തും ഈ ഒരു പോർഷനിലും അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മാച്ച് ചെയ്ത് പോകും. ഇതിന്റെയൊക്കെ കളർ ഷെയ്ഡ്സും ഉണ്ടാവും കേട്ടോ. സെയിം പാറ്റേണിൽ ഡിഫറെന്റ് കളേഴ്സിൽ കളേഴ്സ് അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഹെവിയിലായി. ഇനി എന്തെങ്കിലും ഗ്യാപ്പ്, കാരണം ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട്. ഇത് കുറച്ച് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് കാരണം ബ്ലാക്കും അല്ല, ഒരു എലിഫന്റ് കളറാണിത്. ബ്ലാക്ക് അല്ല കേട്ടോ, ഗ്രേയും അല്ല, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സൈഡ് ഫുള്ള് ഹാൻഡ് വർക്ക്ഡ് ആയിരിക്കും. ഇതിനകത്ത് ചെറിയ ചെറിയ ഒരു സ്റ്റിക്കർ വർക്ക് പോകുന്നുണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ട്. പിന്നെ നെക്കിലാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്ലീവും അതെ. ഓ സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഹെവി പീസാണ് കണ്ടോ. നല്ലൊരു പാർട്ടി വെയർ കോൺസെപ്റ്റ്. ഇതിനൊന്നും നെക്ലസ് വേണ്ട, ബാംഗിൾസ് വേണ്ട, ഒന്നും വേണ്ട. ഭയങ്കര എലഗന്റ് ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു, പക്ഷെ കാണുമ്പോൾ നല്ലൊരു ഡിഫറെന്റ് റിച്ച് ഫീൽ ആയിട്ട് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു കളക്ഷൻ. ഇത് നമ്മൾ കാണിച്ചില്ലല്ലോ. പേസ്റ്റലിൽ വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ വെറൈറ്റികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജ് അങ്ങനെ എന്തെങ്കിലും പേജിന്റെ ദിയ ബുട്ടീക് എന്നാണ് പേജിന്റെ പേര്. പിന്നെ ഫേസ്ബുക്ക് ദിയ ബുട്ടീക്. അപ്പൊ അതിൽ ഇതുപോലെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കാണാൻ പറ്റൂട്ടോ. അതിലിടാറില്ലേ? ഞങ്ങൾ കൂടുതൽ ഇടാറില്ല, നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ്. കാരണം ഇതൊക്കെ നമുക്ക് ഇത് തന്നെ നമുക്കിപ്പോ പുറത്താണെങ്കിലും നമുക്ക് എന്താ പറയാ മെറ്റീരിയൽ വൈസ് റേറ്റ് കുറച്ചാണെങ്കിലും ചെയ്ത് കൊടുക്കും ആൾക്കാരെ. അപ്പൊ നമ്മൾ പൊതുവെ നമ്മുടെ ഡിസൈൻസ് നമ്മുടെ യൂണിക് ഡിസൈൻസ് ആയിട്ട് പുറത്ത് പോവാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഇടില്ല, ഒരുപാട് എന്താ ഇടും നമ്മള് നോർമലി ഉള്ള ഡിസൈൻസ്. മറ്റൊരാൾക്ക് കോപ്പി ചെയ്യരുത്. നമുക്കിപ്പോ ഡിസൈൻസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഏത് മെറ്റീരിയലും പുറത്തുനിന്ന് ചെയ്ത് കിട്ടും. അപ്പൊ നമ്മുടെ സ്റ്റോറിൽ നിന്ന് നമ്മൾ കുറച്ച് യുണീക്ക് ആയിട്ട് നിൽക്കണമെന്ന് കുറച്ച് നിർബന്ധം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റയിലെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാറില്ല. നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പിന്നെ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ കുറച്ച് കാണിച്ചിട്ടുള്ള ഹെവി ആയിട്ടുള്ളതൊക്കെയാണ്. ഇനി ഇത് കൂടാണ്ട് ഇപ്പുറത്തെ ഒരു സൈഡിലും നോർമൽ വേസിൽ വരുന്നുണ്ട്. ഈ സൈഡിൽ അല്ലേ? അതെ അതെ. ഇതൊക്കെ നോർമൽ കുർത്തീസിൽ വരുന്നതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് വളരെ ലോ ബഡ്ജറ്റിൽ വരുന്നതൊക്കെയാണ്. ഇതൊക്കെ 3 പീസിൽ വരുന്നതാണ്. സിമ്പിൾ ആയിട്ട് ഓഫീസ് വെയർ, കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത്ര നേരം നമ്മൾ കണ്ടത് മൊത്തം ഹെവി ഹെവി ഹെവി. അപ്പൊ ഹെവി കാണുമ്പോൾ വിചാരിക്കും നമുക്ക് ഇവിടെ ഒരു നോർമൽ വെയർ ഇല്ല, അങ്ങനെ വിചാരിക്കണ്ട. നോർമൽ വെയറും നമുക്ക് ഉണ്ട്. അതെ അതെ. അതില് ജോർജറ്റിന്റെ നല്ലൊരു ജോർജറ്റിന്റെ ലേസ് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ഫുൾ. അതുപോലെ സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവിലും ആ ഒരു സെയിം പ്രിന്റ് പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ആ കളർ കോമ്പിനേഷനും. അതിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. ഇതൊരു ടോപ്പ്, ഷോർട്ട് ടോപ്പ് ആയിട്ട് വരുന്നതാണ്. ഇതൊന്നും നമ്മൾ അങ്ങനെ എവിടെയും കാണാത്ത ഒരു പാറ്റേൺസ് ആണ്. കണ്ടോ, ഇതൊരു ഒരു മോഡല്. അതില് ടോപ്പ് ഇങ്ങനെ ഫുൾ അല്ലാണ്ട് ഒരു ഷോർട്ട് ആയിട്ട് ലെങ്ത് വരെ വരും. അതിലും വർക്ക് വന്നിട്ടുണ്ട്. യൂഷ്വലി ഇതിനൊന്നും നമുക്ക് ദുപ്പട്ടാസ് അവൈലബിൾ അല്ല, പക്ഷെ ഇതിനൊക്കെ കണ്ടോ ദുപ്പട്ടാസും അവൈലബിൾ ആണ്. കണ്ടോ സെയിം. ഇതിലൊക്കെ കളർ ചേഞ്ചസ് ഉണ്ട്. ഇതിന്റെയൊക്കെ കളർ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക. കാരണം ഇത് റീറ്റെയിൽ ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ പാറ്റേണുകൾ വെറൈറ്റി ഉണ്ട്. ഇത് നോക്കുക, ഇത് ഇമ്പോർട്ടഡ് ആണ്. കാഷ്വലി നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. മെറ്റീരിയൽ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട്. അതെ അതെ അതെ. ഇതൊക്കെ ഭയങ്കര ലോ ബഡ്ജറ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. കണ്ടോ, ഇതൊക്കെ എല്ലാം വിത്ത് ദുപ്പട്ടയാണ്. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ 3 പീസ് ആണ്. ഇത് 3 പീസ് ആണെന്ന് വിചാരിക്കേണ്ട. ഇനി സിംഗിൾ പീസ് ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. സിംഗിൾ കുർത്തി ഉണ്ട് അല്ലേ? ഓ, സിംഗിൾ കുർത്തി ഉണ്ട്. ഇതൊക്കെ വിത്ത് പാന്റ് 3 പീസ് സെറ്റ്. 3 പീസ് സെറ്റ്. ഇനി ഗൗൺസിലാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോ ഒരു പാർട്ടി വെയർ ഗൗൺ ആണ്. ബ്രൈഡ്സിനൊക്കെ നന്നായിട്ട്
ശരിക്കും ഈ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ലെങ്ത് കാണിക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി ഇതൊരു ചെറിയൊരു ഷോർട്ട് ഇന്നർ സ്ലീവ് വരും. ഇത് ഇതിന്റെ ക്രോപ്പ് ടോപ്പ്, അതെ അതെ, പിന്നെ ഇതിന്റെ കൂടെ ജാക്കറ്റ് കുറച്ച് ഹെവിയാണ്. ഇതൊന്നും ഇവിടെ പിടിച്ച് അതവിടെ വെച്ച് ഇവിടെ പിടിച്ച് എന്നാലാണ് അതിന്റെ ഒരു കറക്റ്റ് എക്സാക്റ്റ് ലുക്ക് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ, എല്ലാ സൈസും അവൈലബിൾ ആണ് നമുക്ക്. ഇതാ ഇതിൽ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ലുക്ക് വരുന്നത്. ഫുൾ കണ്ടോ ഇങ്ങനെ വരും. അതിന്റെ വർക്കൊക്കെ കണ്ടോ, നല്ല അടിപൊളി വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ഉണ്ടാവും. ഡിഫറെന്റ് കളേഴ്സും ഉണ്ട്, സൈസും അവൈലബിൾ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോ വേണമെന്ന് വെച്ചാൽ ജാക്കറ്റ് ഇല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ ഇടുന്നവർക്ക് ഇടാം. അതെ അതെ, ഇത് വെറുതെ ഇങ്ങനെ മാത്രം ഇടണമെങ്കിൽ ഇടാം. അത് ഒരു ഇത് സ്കേർട്ട് എന്ന് പറഞ്ഞ ഒരു ഡിഫറെന്റ് പാറ്റേൺ ആട്ടോ, ഇങ്ങനെ ഒരു സാരി ടൈപ്പ്. അതെ അതെ, സാരി ടൈപ്പിൽ വരുന്ന ഒരു ഡിഫറെന്റ് യൂണിക് ആയിട്ട് നിൽക്കുന്നത്. നല്ല ഒരു ഫംഗ്ഷനായാലും ഇവന്റ് ആയാലും എന്തോ ഒരു ആവശ്യത്തിനായാലും നമുക്ക് കുറച്ച് ഡിഫറെന്റ് തിങ്ക് ചെയ്യണവർക്ക് ഇങ്ങോട്ട് വരാം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇതും അങ്ങനെ തന്നെ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇതും സാരി ടൈപ്പ് വരുന്നതാണ്. ഇപ്പോൾ ചെറിയ കോളേജ് സ്റ്റുഡൻസിനൊക്കെ അത്യാവശ്യം സാരി വെയർ ചെയ്യാൻ വേണം, പക്ഷെ അവർക്ക് ഇടാനും ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഇടാനും അറിയില്ല, എന്ത് ചെയ്യും. അപ്പൊ അതിലും വരുന്നതാണ് ഇങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പ് വരും. ഇത് സ്കേർട്ടാണ്, അത് സ്കേർട്ട്. ആ സ്കേർട്ട് വരുന്നത് ഒരു സാരി ടൈപ്പ് ആണ്. കണ്ടോ, നമ്മൾ ഇങ്ങനെ ഒരു സാരി ഫ്ലെയർ ചെയ്തെടുക്കുന്ന പോലെ ബ്ലൗസിൽ ചുറ്റിയിട്ട് ഇങ്ങനെ വരുന്നതാണ്. വരും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു സാരിയായി. ഈ സാരിക്ക് മാത്രമല്ല, അതിന്റെ മേളിൽ നമ്മൾ പിള്ളേർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലല്ലോ സാരി ഒക്കെ വേറെ ഇത് കണ്ടോ. അപ്പൊ അതിന് ഒരു ഓവർ ജാക്കറ്റ്, ഇങ്ങനെ ജാക്കറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ഇതിന്റെ ക്രോപ്പ് ടോപ്പ് വരുന്നത് സിമ്പിൾ ക്രോപ്പ് ടോപ്പ് ആണ്. നെക്കിൽ മാത്രം ആ ബ്ലൗസിന്റെ സൈഡിൽ മാത്രം ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒരു ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ അവരുടെ ഷേപ്പ് അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ 1 2 3 4 പീസിന്റെ ഒരു സെറ്റ് ആണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒക്കെ അടിപൊളി മെറ്റീരിയൽ, എല്ലാം ക്രേപ്പ് മെറ്റീരിയലിൽ വരുന്ന ഐറ്റംസ് ആണ്. പിന്നെ നമുക്ക് സൽവാർ മെറ്റീരിയൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഗൗൺസിൽ വരുന്നത്. ഇനിയിപ്പോൾ സിമ്പിൾ ഗൗൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. അതായത് സിമ്പിളായിട്ട് ഒരു ഗൗൺ വേണം, അത്യാവശ്യം ഹെവി വർക്ക് വേണ്ട, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ യോക്കിൽ മാത്രം വരുന്ന ഒരു സിമ്പിൾ കളക്ഷൻ ആണ്. സ്ലീവിലും വരും. ഇത് ആലിയ മോഡൽ അല്ലേ? ഇത് ഗൗൺ ടൈപ്പ് ആട്ടോ. ഇത് നല്ല ഫ്ലെയറിൽ വരുന്നതാണ്. ഇത്രയ്ക്കും ഫ്ലെയർ വരുന്നുണ്ട്. ഇതൊക്കെ ഒറിജിനൽ മിറർ വർക്ക്സ് ആണ് കേട്ടോ. ഇതൊക്കെ മിറർ ആണ്, പ്യുവർ മിറർ ആണ്. പിന്നെ യോക്കിലും അത്യാവശ്യം വർക്ക് വന്നിട്ട് ഇത് ജസ്റ്റ് ഒരു ഗൗൺ പോലെ. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. എൻ്റെ അവിടെ തന്നെ ഫ്ലോർ ടച്ച് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ താഴ്ന്ന് നിൽക്കാം. അതാണ് നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ പീസുകളൊക്കെ നമുക്ക് സൈസസ് അവൈലബിൾ ആയിരിക്കില്ല യൂഷ്വലി. പുറത്ത് ഒരു എക്സൽ വരെ മാക്സിമം പോയ ഒരു ഡബിൾ എക്സൽ, പക്ഷെ നമുക്ക് ഇതിന്റെ 5XL വരെ അവൈലബിൾ ആണ്. അതെ അതെ. പിന്നെ നല്ലൊരു ഹീലൊക്കെ ഇട്ടിട്ട് പോവാണെങ്കിൽ അടിപൊളിയായിരിക്കും. സൂപ്പർ. ഫംഗ്ഷന് പോവാൻ ഞാൻ റെഡി. അതെ. അപ്പൊ ഇങ്ങനത്തെയൊക്കെയാണ് നമുക്ക് ഗൗൺസിൽ വരുന്നത്. ഇനി സിമ്പിൾ ഗൗൺ ആയിട്ട് വരുന്നുണ്ട്. ഇത് നല്ലൊരു പാറ്റേൺ ആണ്. നമുക്ക് അങ്ങനെ റെയർ ആണ്, ഭയങ്കര റെയർ ആണ്. നെക്കിൽ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അതിന്റെ സ്ലീവ് ഒക്കെ ഒന്ന് നോക്കിക്കോളൂ. കണ്ടോ, ഇത് നെക്കിൽ മാത്രം വർക്ക് വന്നിട്ടുള്ള സ്ലീവ് ഒരു ഭയങ്കര പ്രത്യേക സ്ലീവ് ആണ്. ഓ, ഇങ്ങനെ ലൂസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു മോഡൽ, കുറച്ച് ഗൗൺ പാറ്റേണിൽ കേട്ടോ. ഇത് നെക്ക് വർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ്. ബ്ലാക്ക്, മെറൂൺ, അങ്ങനെ ഏകദേശം ഒരു 3-4 ഷെയ്ഡ്സോളം വരുന്നുണ്ട്. സൈസസ് ഒക്കെ എങ്ങനെ വരും? ഇതൊക്കെ XXL 3XL 3XL സൈസ്. ഇതിന് കൂടെ ദുപ്പട്ട അടക്കം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ദുപ്പട്ട വേണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഹൈലൈറ്റ് ഈ ഒരു ഡ്രസ്സിന്റെ നെക്കാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ദുപ്പട്ട വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ഒരു റിച്ച്നെസ് പോകും. അപ്പൊ ദുപ്പട്ട വേണ്ടതാണ് കുറച്ച് ബെറ്റർ. അപ്പൊ ഇതിലും കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഒരു എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തത്. ഇത് കപ്പലണ്ടി മുക്ക്, പ്രോപ്പർ കപ്പലണ്ടി മുക്ക് ജംഗ്ഷൻ. എവിടെയാ? കപ്പലണ്ടി മുക്ക് തൃശ്ശൂരാണോ? എറണാകുളത്ത് തോപ്പുംപടി എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. തോപ്പുംപടിയിൽ കപ്പലണ്ടി മുക്കിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ്. മനസ്സിലാണെങ്കിൽ നിയർ ബൈ ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്. അതിന്റെ നെക്സ്റ്റ് ബിൽഡിംഗ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇത് പഴയ ഒരു വെസ്റ്റ് സൈഡ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഇവിടെ. വെസ്റ്റ് സൈഡ് ഹോസ്പിറ്റലിൽ ചോദിച്ചാലും ആൾക്കാർ പ്രോപ്പറായിട്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരും. കടയുടെ മുന്നിൽ കൊണ്ട് എത്തിച്ചു തരും. പിന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇവിടെ. അതെ അതെ, പാർക്കിംഗ് സൗകര്യം, കാർ കൊണ്ടുവന്നാലും പാർക്കിംഗ് സൗകര്യം ഉണ്ട്. പിന്നെ സിംഗിൾ പീസ് ആയിട്ട് കിട്ടും. പിന്നെ ഓഫർ എത്രാം തീയതി തൊട്ട് എത്രാം തീയതി വരെ ഓഫർ ഉണ്ട്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് ഇപ്പൊ റംലാനും കൂടി തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് വളരെ ഷോർട്ട് പീരീഡേ ഉള്ളൂ. അപ്പൊ പിന്നെ ഈ കാണുന്നതിന്റെ ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് നിങ്ങൾക്ക് ഓഫർ ആയിട്ട് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്?
എന്തായാലും നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യും, നിങ്ങൾക്ക് നല്ല ഓഫേഴ്സ് ആയിരിക്കും. നിങ്ങൾ കാണുന്നവർക്ക് എല്ലാവർക്കും ഓഫർ ഉണ്ട്, ഇങ്ങോട്ട് വന്നവർക്ക് മാത്രം ഓഫർ ഉള്ളൂ, പിന്നെ ഓൺലൈനിൽ എടുക്കുന്നവർക്കും. അതെ അതെ അതെ, നിങ്ങൾ ഇങ്ങോട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിട്ടായിരിക്കും തിരിച്ചു പോവാ, അത് ഞാൻ ഗ്യാരണ്ടി. അപ്പൊ എന്തായാലും നല്ല ഓഫേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. അപ്പൊ എന്തായാലും ഷോപ്പ് വിസിറ്റ് ചെയ്യാം. അപ്പോഴേ നമുക്ക് ടൈം പീരീഡ് ഇല്ല, ടൈം പീരീഡ് നമ്മൾ ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾ ഇനിയിപ്പോ 6 മാസം കഴിഞ്ഞിട്ടാ കാണുന്ന വെച്ചാൽ അപ്പൊ നമ്മൾ പറയാം പഴയ വീഡിയോ ആണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ നിലവില് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അത് ഡീൽ ചെയ്യാം. ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് 10:30 ടു നൈറ്റ് നമുക്ക് 10 വരെ ഉണ്ട്. ഓക്കെ. സൺഡേ ആഫ്റ്റർനൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ, 2 to 9. ഓക്കെ. മോർണിംഗ് ടൈം ഉണ്ടാവില്ല, 2 to 9 വരെയാണ് സൺഡേ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. പിന്നെ ഫേസ്ബുക്ക് ഇല്ലാന്നല്ലേ പറഞ്ഞത്? ഫേസ്ബുക്കിലുണ്ട്, നമ്മുടെ എല്ലാ ഫോട്ടോസും നമ്മൾ അപ്ലോഡ് ചെയ്യില്ലാന്ന്. ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, വീടുണ്ട്, കാർ ഉണ്ട്. ഞങ്ങൾ ഈ കാറിലൊന്നും യാത്ര ചെയ്യില്ല, ബസ്സിലൊക്കെ അങ്ങനെയല്ലേ പറയണ്ടത്. അപ്പൊ ഇനി അടുത്ത നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഇവൻ നമ്മൾ സിമ്പിൾ കുർത്തീസും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും ഹെവി ആയിട്ട് കാണുമ്പോൾ എല്ലാരും വിചാരിക്കും ഇവിടെ ഈ ഹെവി മാത്രമേ ഉള്ളൂ എന്ന്. ഹെവി അല്ല കേട്ടോ, നമ്മൾ സിമ്പിൾ ആയിട്ട് നോർമൽ ബട്ടർഫ്ലൈ സ്ലീവില് കുർത്തീസ് ചെയ്യുന്നുണ്ട്. ഇത് നെക്കിന്റെ ആ ഒരു പോർഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് ബട്ടർഫ്ലൈ സ്ലീവ് ആണ്, സ്ലീവിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് അല്ലേ, അടിപൊളി വർക്ക് വന്നിട്ടുണ്ട്. ഇത് സിംഗിൾ ഒരു കുർത്ത മാത്രമല്ല, പാന്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമോ? ലെഗിൻസ് പാന്റ് നമുക്ക് എല്ലാം കൂടി പെയർ ചെയ്തെടുക്കണമെങ്കിൽ ടോപ്പ് മാത്രമായിട്ടാണെങ്കിലും അങ്ങനെ കിട്ടും. ഇനി അതിന് കൂടെ പാന്റ് ഇനി വേറെ കടയിലേക്ക് തപ്പി അവൈലബിൾ ആണ്. നോർമൽ അജ്രക്കിന്റെ കുർത്തി, അതിൽ പാച്ച് വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ, മിറർ വർക്കിന്റെ പാച്ച് വർക്ക്. അതേ സെയിം പാച്ച് വർക്ക് തന്നെ നമുക്ക് സ്ലീവിന്റെ എൻഡ് പോർഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. ഇതൊരു എയർലൈൻ ടൈപ്പ് ആണ്, ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് കാഷ്വലി ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു പഫും കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് സ്ലീവില്. സിമ്പിൾ ആണ് കേട്ടോ കാണാൻ. ഇതൊരു മസ്ലിൻ സിൽക്കിൽ വരുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ 499 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. 499 ആണ് കേട്ടോ റേറ്റ് വരുന്നത്, സ്റ്റാർട്ടിംഗ് റേറ്റ്. ഇത് മസ്ലിനിലാണ്, സ്ട്രേറ്റ് ഒരു എ ലൈൻ കുർത്തിയാണ്. നടുക്കിലാണ് ഇതിന്റെ ഒരു സ്ലിറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓവറോൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ആലിയ പാറ്റേണിൽ വരുന്ന സിമ്പിൾ ആയിട്ട് സെൽഫ് ബൂട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയൽ സെൽഫ് ബൂട്ട ആലിയ പാറ്റേൺ ആണ് ഇത് വന്നിരിക്കുന്നത്. അവർക്ക് എന്ന് വെച്ചാൽ സിമ്പിൾ ആണെങ്കിൽ സിമ്പിളും ഉണ്ട്, ഹെവി ആണെങ്കിൽ ഹെവി ഉണ്ട്. എന്നുവെച്ചാൽ ഒരു ബ്രൈഡൽ തൊട്ട് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് 15 years തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസ് തൊട്ട് നമുക്കുണ്ട്, ബ്രൈഡൽ വരെ ഉള്ളത്. സ്റ്റാർട്ടിംഗ് സൈസ് എത്ര വരുന്നത്? സ്മോൾ ആണോ മീഡിയം? മീഡിയം ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് സൈസ് വരുന്നത്. മീഡിയം ടു 5XL 6XL വരെ ഉണ്ട്. ഓക്കെ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വരുന്നത്. സ്ട്രേറ്റ് നടുക്കിൽ ഒരു കട്ടൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇത് കുർത്തിയാണ് സിമ്പിൾ ആയിട്ട്. കുർത്തിയുടെ ഇത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുർത്തീസ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. ഇനിയിപ്പോ ഇത് 2 പീസ് കളക്ഷൻ ആണ്. ഇത് മസ്ലിനിൽ 2 പീസ് ആയിട്ട് വരുന്നതാണ്. ടോപ്പ് വിത്ത് ബോട്ടം. ഇത് ടോപ്പ് വിത്ത് ബോട്ടം. നമ്മൾ കാണിച്ചത് സിംഗിൾ കുർത്തി ടോപ്പ് മാത്രമായിരുന്നു. ഇതൊക്കെ ഇപ്പൊ 2 പീസ്. ഇതിന്റെ കൂടെയുള്ള പാന്റ് കേട്ടോ, ഈ കാണുന്നത് ഇതിന്റെ പാന്റ് ആണ് വരുന്നത്. അങ്ങനെ വെറൈറ്റി ഉണ്ടെന്ന്. ഇത് പിന്നെ നമുക്ക് സിംഗിൾ ആയിട്ട് കിട്ടും. ഇതും 2 പീസിൽ വരുന്ന അതിന്റെ തന്നെ കളർ ഷെയ്ഡ് ആണ് കേട്ടോ ഈ കാണിച്ചത്. നേരത്തെ ബ്ലൂ ആണെങ്കിൽ ഇതൊരു പീച്ച് കളർ. ഇത് അത്യാവശ്യം 5XL ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു 5XL 5XLന്റെ കുർത്തി കേട്ടോ. ഇതൊന്നും വിത്ത് ദുപ്പട്ടയാട്ടോ. 2 പീസ് അപ്പൊ പാന്റ് ഉണ്ടാവില്ല, വിത്ത് ദുപ്പട്ട. അങ്ങനെ 2 പീസിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത് കേട്ടോ. ഇതാ വിത്ത് ദുപ്പട്ട. പിന്നെ വരുന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എടുക്കട്ടെ. ഇതൊരു വെറൈറ്റി ഉണ്ട്. ഇതാണോ? അത് നോക്കിയാൽ നല്ല കളർഫുൾ ആയിട്ടുള്ളത്, കുറച്ച് മൾട്ടി കളറിലൊക്കെ ആയിട്ടുള്ള 2 പീസ് ആണെന്ന് തോന്നുന്നു. ഇല്ല, ഇത് 3 പീസ് ആണ്. ഓക്കെ. ആലിയ കട്ടിൽ കേട്ടോ. ഇത് ആലിയ കട്ടില് നേര കട്ട് നമുക്ക് സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ. പാന്റ് കോൺട്രാസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡില്, പിന്നെ ദുപ്പട്ട ഒരു ഷിഫോണിന്റെ ദുപ്പട്ട. അങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. ആ ഒരു കളർ മാച്ചിങ് ഞങ്ങൾ അവിടെ മിററിലാണ് നോക്കണം കേട്ടോ. നിങ്ങളെല്ലാം നോക്കണതില്ല. അല്ല, ഇട്ട് വരുമ്പോ എങ്ങനെ ഉണ്ടാവും അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ അങ്ങോട്ട് നോക്കണത് മിററിൽ. ഇത് മസ്ലിൻ സിൽക്കിൽ വരുന്ന നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്ത ഒരു 3 പീസ് സെറ്റ് ആണ്. ഇത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. മസ്ലിനിലല്ലേ? സൈസും ഉണ്ട്, നല്ല വലിയ സൈസാണ് കേട്ടോ ഈ കാണുന്നത്. ഇത്രയും വലിയ സൈസ്. എനിക്ക് തോന്നുന്നു ഇത് 3XL ആണ് അല്ലേ? 3XL ആയിരിക്കും. ഇതും 3 പീസ് സെറ്റ് ആണ്. വിത്ത് ദുപ്പട്ട ഇങ്ങനെ വരും. ചെറിയൊരു 3 പീസിന്റെ ആണ് കേട്ടോ. പാന്റ് അടക്കം വരുന്നുണ്ട് ഇതിന്റെ കൂടെ കേട്ടോ. പാന്റ് ഇങ്ങനെ വരും. ഇതിങ്ങനെ
പാന്റിന്റെ താഴെ ടോപ്പിന്റെ ഒരു ചെറിയൊരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കളക്ഷൻസ് ഇവിടെ ഇനിയിപ്പോൾ വെറൈറ്റി ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ നേരത്തെ കണ്ടല്ലേ നമ്മൾ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇത് ഒരു നോർമൽ കുർത്തിയുടെ ഒരു കൗണ്ടറാണ് ഈ കാണുന്നത്. അങ്ങനെ ഓരോരോ കൗണ്ടർ നമുക്ക് മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ. ഓ അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടായിരുന്നു. അത് 3 പീസ് സെറ്റ് ആണ്. ഇത് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്താണെങ്കിൽ വൈറ്റിൽ വർക്ക് വന്നപ്പോഴേ നല്ല ഭംഗിയുണ്ട്. പിന്നെ മെറ്റീരിയൽ വൈസും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഒരു ചിനോൺ ഫാബ്രിക് ആണെന്ന് തോന്നുന്നത്. ഇത് ചിനോൺ ഫാബ്രിക്കിൽ ഫുൾ യോക്കിൽ അത്യാവശ്യം നല്ല വർക്ക് കയറിയിട്ടുണ്ട്. എക്സൽ ആണ് സൈസ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ടയുടെ ഒരു സൈഡും അതേപോലെ തന്നെ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതില് ഈ സെയിം വർക്കാണ് കേട്ടോ ഈ കണ്ണത് മൊത്തം. കണ്ടോ ഇത്രയും വർക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നല്ല ഫാബ്രിക്കും നല്ലതാണ്. ചിനോൺ ഫാബ്രിക് ഒക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫാബ്രിക്കും കൂടിയാണ്. ഇതിൽ കളേഴ്സ് ഉണ്ടോ? ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് അപ്പോൾ ഇത് നമുക്ക് 3 പീസിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. റേറ്റ് നിങ്ങൾ വിളിച്ച് ചോദിക്കുക കേട്ടോ. ഇനി മെറ്റീരിയൽ കാണാം. മെറ്റീരിയൽ ഫുൾ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. ഇനിയിപ്പോൾ സിമ്പിൾ ആയിട്ടാണെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. അൺസ്റ്റിച്ചഡ് അല്ലേ? അതെ കണ്ടോ, ഇത് ബോഡി ഫുൾ വർക്ക്ഡ് ആയിരിക്കും. ഇത് ബോഡിയാണോ? ഇത് ദുപ്പട്ടയാണെന്ന് വിചാരിച്ചേട്ടോ. ഇതാ ഫുൾ ഹെവി വർക്ക് ആണല്ലേ ചെയ്തിരിക്കുന്നത്. വൈറ്റില് ആ ഒരു ഫുൾ നല്ല ഹെവി ആയിട്ട്. അപ്പൊ ഇതില് ലൈനിങ് അടക്കം കൊടുക്കോ? ഇതിന്റെ ലൈനിങ് വിത്ത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ലൈനിങ് ഉണ്ട്, വിത്ത് പാന്റ് ഉണ്ട്, ഷോള് ദുപ്പട്ടയുണ്ട്. ഈ ദുപ്പട്ടയിൽ ചെറിയ ചെറിയ ബോട്ടീസ് പോകുന്നുണ്ട്. ഇനിയിപ്പോ ഇതിനകത്ത് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതിപ്പോ ബോഡി ഫുൾ ഹെവി ആയതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് അൺസ്റ്റിച്ചഡ് ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്താൽ എടുക്കാൻ പറ്റുന്ന ഇതും 3 പീസ് ആണ്. ഓർഗൻസില് 3 പീസിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതാണ് എനിക്ക് ടോപ്പ് വന്നിരിക്കുന്നത്. ഇത് ടോപ്പ്, ഇത് ബോട്ടം, അതുപോലെ തന്നെ ഇത് ദുപ്പട്ടയും ഓർഗൻസിൽ സോഫ്റ്റ് ഓർഗൻസിൽ സൈഡിൽ ഇങ്ങനെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വർക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതൊക്കെ സമാധാനത്തിൽ ഇരുന്ന് മടക്കിക്കോട്ടാ. കുറെ പണിയുണ്ട് എടുക്കാൻ. ഇത് നല്ല ക്രേപ്പിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ വൈസ് കുറച്ച് പ്രീമിയം ആണ്. അതിലൊരു കോംപ്രമൈസ് ഇല്ല. മെറ്റീരിയലിന്റെ കാര്യത്തില് കോംപ്രമൈസ്. അത്യാവശ്യം നന്നായി വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതില് ഫുൾ ഇതിന്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ്. നോർമൽ ഷിഫോൺ ദുപ്പട്ടയില് ഫുൾ കണ്ടോ സൈഡ് 4 സൈഡും ഇതേപോലെ സ്കാലപ്പില് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് അല്ലേ? ഓ അത്യാവശ്യം വർക്ക് നന്നായി പോയിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഇവരുടെ എന്താ പറയാ അത്രയും ഹാൻഡ് പിക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്. സ്റ്റോർ വിസിറ്റ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. അത് നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ തൊടുമ്പോഴും ഫീൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. അത് എന്ന് വെച്ചാൽ പുറമേ കാണുമ്പോൾ നമുക്ക് എന്താ ഉള്ളതെന്നുള്ളത് ഫസ്റ്റ് ആ ഒരു ലുക്കിൽ തോന്നും. പക്ഷെ ഇവിടെ ഓരോന്നോരോന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടല്ലേ ഇതൊക്കെ പുറത്തേക്ക് എടുത്തപ്പോഴെല്ലാം മനസ്സിലായത്. ഫസ്റ്റ് ഒരു ഒറ്റ നോട്ടത്തിലൊന്നും ഇല്ല എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നും. കാരണം ഫ്രണ്ടിൽ കിടക്കുന്ന മൊത്തം വെസ്റ്റേൺ വെയറിന്റെ ആണ്. പക്ഷെ എത്നിക് വെയറിൽ എന്തോരം കളക്ഷൻസ് അതെ. അപ്പൊ വരുന്നവര് ഡെഫിനറ്റ്ലി ഈ ഒരു സെക്ഷനിൽ ഈ ഒരു കൗണ്ടറിൽ എന്തായാലും പോവാനായിട്ട് മേടിക്കുന്നു വേണ്ടെന്നുള്ളത് അത് സെക്കൻഡ് തിങ്. ഷോപ്പ് വിസിറ്റ് ചെയ്യുക, ഇങ്ങനെ തൊട്ട് ഫീൽ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ചോ. ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലേ ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് തന്നെയാണ്. കണ്ടോ ഇതിൽ അൺസ്റ്റിച്ചഡിൽ തന്നെ വന്നിരിക്കുന്ന വർക്കാണ് കേട്ടോ. ഫുൾ ആ ഒരു ഷിഫോണിൻ്റെ ദുപ്പട്ടയിൽ ഇങ്ങനെ ഹെവി ക്വാളിറ്റിയിൽ നല്ല ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഒറ്റ വാഷിൽ അങ്ങനെ പോവില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുന്നത് അതും കൂടി നമ്മൾ നോക്കണമല്ലോ. ചില ബീഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ പൊളിഞ്ഞു പോയി. നമ്മൾ ഇങ്ങനെ ബാക്ക് സൈഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത്രയും ഇതാ ബാക്ക് സൈഡിലെ ഇതിൻ്റെ ഇതുണ്ടോ, ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഇവിടെ നിന്നൊന്നും അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും പറിച്ചെടുക്കാനൊന്നും പറ്റില്ല. സാധാരണ ചെറിയൊരു ത്രെഡിലൊന്ന് പോയാൽ ഇതിന്റെ ഫുൾ തിങ് പോകും. അതെ, ഒരൊറ്റ പിടുത്തം ഇവിടെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പിള്ളേര് പിടിച്ച് ഒരൊറ്റ ഇതിൽ അങ്ങനെ പോക്കോളൂ. അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇത്രയും നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അൺസ്റ്റിച്ചഡിൽ ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ ഇത് കണ്ടുമ്പോ വിചാരിക്കണ്ട ഇനി ഹെവി വെയർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസും ഉണ്ട്. ഇത് കോട്ട ചെക്കാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു അല്ല ദുപ്പട്ടല്ല, ടോപ്പ് വരുന്നത് കോട്ട ചെക്കിലാണ്. കോട്ട ചെക്ക് ഇതിന്റെ ടോപ്പ് വരുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഷിഫോണില് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നന്നായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റം. ഇത് പാന്റ് വരുന്നത്. ഇത് വിത്ത് ലൈനിങ് പ്രൊവൈഡഡ് ആണ് ഇതിന്റെ കൂടെ ലൈനിങ് കൊണ്ട്.
ഇനി നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ബനാറസി. എല്ലാ ഐറ്റവും വെച്ചിട്ടുണ്ടല്ലേ? പക്ഷെ ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ കാണിക്കില്ല, ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ വിസിറ്റ് ചെയ്യണം ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. പിന്നെ വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ അവർക്കും കാണിച്ചു തരും കേട്ടോ. പക്ഷെ അതെ, ഇൻസ്റ്റയിലൊന്നും ഉണ്ടാവില്ല. ഇൻസ്റ്റയിൽ നമ്മൾ ഇടുന്നുണ്ട്, ബട്ട് എല്ലാ പ്രൊഡക്റ്റും നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഒന്നോ രണ്ടോ പ്രൊഡക്ട്സ് അങ്ങനെ നമുക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തെടുക്കണം. ഒന്നോ രണ്ടോ പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യും. മുഴുവൻ പ്രോഡക്ട്സും കാണുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്നുവെച്ചാൽ നമ്മുടെ അത്രയും എന്താ പറയുക ക്വാളിറ്റിയുള്ള ഐറ്റമാണ്, അത്രയും ഒരു കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിലൊന്നും പോയാൽ കിട്ടൂല. ഡയറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും ഇവിടെ വന്നിട്ട് ആരും നിരാശപ്പെട്ടു പോകില്ല, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും പോവുക. അപ്പൊ അത് നമുക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉറപ്പിച്ച് പറയണത് ഷോപ്പ് വിസിറ്റ് ചെയ്തേ പറ്റുള്ളൂ, വിസിറ്റ് ചെയ്താലേ നിങ്ങൾ സന്തോഷമാവുള്ളൂ. അത് ഒരു പീസ് വരുന്ന ആൾക്ക് ചിലപ്പോൾ 5 എണ്ണം മേടിച്ചിട്ട് പോകും. അതെ അതെ, അത് ഉറപ്പാണ്. കാരണം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ ഭയങ്കര പ്രൈസ് ഒന്നും ഇടുന്നില്ല. നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വന്നുകൊണ്ടിരിക്കുന്നല്ലേ, ഉറപ്പാണ്. അപ്പൊ ഇത് ബനാറസിയിൽ വരുന്നത് അല്ലേ? ഹെവി ഷോൾ ആട്ടോ വരുന്നത്, ഫുള്ള് വർക്കില് അല്ലേ? കണ്ടോ? ഇത് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇത് ഏതാ ഷെയ്ഡ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ചിക്കു, കുറച്ച് ഡാർക്ക് ചിക്കു ഷെയ്ഡ് ആണ്. ചിക്കൂലും പെടും, എന്തൊക്കെയോ ഷെയ്ഡാണ്. പക്ഷെ എന്തായാലും സംഭവം കെടുവായി. നമുക്ക് ദുപ്പട്ടയൊക്കെ ഇടുമ്പോ ആക്ച്വലി ബനാറസി ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അതായത് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര, ഇപ്പൊ കുറച്ച് വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും കൂടി ബൾക്കി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. ഇത് ഭയങ്കര നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്നതാ. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടന്നോളൂ കേട്ടോ. അങ്ങനെ ഭയങ്കര ഹെവി ഒന്നുമില്ല, മറ്റേത് ബൾക്കി ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് അവിടെ ഇങ്ങനെ കിടന്നു. പക്ഷെ ബനാറസി ദുപ്പട്ട അങ്ങനെ വരുന്ന ഒരു ഇതും ഒരു പീസും കൂടി ഞാൻ ബനാറസിയിൽ കാണിക്കാം. എല്ലാം കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ കൗണ്ടറിൽ ഇങ്ങനെ കിടക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടി ബനാറസിയിൽ കാണിക്കാം. ഇത് കണ്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഒരു, കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ളത്. ഇതിനൊക്കെ ലൈനിങ് പ്രൊവൈഡഡ് ആണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്തു അതിന് എക്സ്ട്രാ ചാർജ് തരാണെങ്കിൽ? അതെ, ഇതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇപ്പൊ ഇത് തന്നെ മതി, ഇവിടെ സ്റ്റിച്ചിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്ത് തരും. നമ്മള് നമ്മുടെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ തന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്ത് വിത്തിൻ 2 വർക്കിംഗ് ഡേയ്സ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഏതാ മെറ്റീരിയൽ വേണമെന്ന് അതും ഇഷ്ടപ്പെട്ട് നോക്കിയെടുക്കാം. കാരണം നോക്കി ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ, നമുക്ക് എങ്ങനെയും വെയർ ചെയ്യാം. ഇത് സോഫ്റ്റ് ആണ്, ക്രഷ് ഫീൽ ലെസ് ആണ്, അങ്ങനെ ക്രഷ് ഫീൽ ലെസ് നമുക്ക് ഇങ്ങനെ അതെ തന്നെ ക്രഷ് ഇല്ലാന്ന്, ക്രഷ് ലെസ് മെറ്റീരിയൽ ബനാറസിൽ ഭയങ്കര സോഫ്റ്റ്. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ സെക്ഷനിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ തൽക്കാലം ഞാൻ ഇത്ര കുറച്ച് കാണിച്ചിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോവാം. അതെ, മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇത്രയൊക്കെ കാണിച്ചിട്ടും ഇവിടുത്തെ കളക്ഷനൊന്നും എന്നുവെച്ചാൽ ഒരു അനക്കം തട്ടിയിട്ടില്ല, ഒരെണ്ണം ഗ്യാപ്പ് വന്നിട്ടില്ല. അത്രയും അധികം കളക്ഷൻസ് ഇനിയും ഉണ്ട്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് എന്താ അല്ല ഇപ്പുറത്ത് ഇത് വെസ്റ്റേൺ വെയർ ആണ്. ഇപ്പുറത്തും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പൊ ഇത് വെസ്റ്റേൺ വെയർ ആണ്. അതെ അതെ അതെ. പിന്നെ ഇത് കൂടാണ്ട് ഇത് ഗൗൺ, അത് ഗൗൺസ് ആണ്. ഇപ്പൊ ഈ ഗൗൺസ് ഇപ്പൊ നമ്മളിവിടെ ചെയ്ത ഒരു ഗൗൺ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചാ കാണാം, കണ്ടോ? ഓ, മെറ്റീരിയൽ നോക്കി ചിന്നോന്റെ ഫാബ്രിക് ആണ് കേട്ടോ, നല്ല സൂപ്പർ. ഇതിനെ ഒന്ന് ഇങ്ങോട്ട് മുന്നോട്ട് നീക്കിയാലോ? ഓ, നീക്കിക്കോളൂ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫാബ്രിക് ആണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഇതിന്റെ ചിന്നാൻ ഫാബ്രിക്കിൽ അത്യാവശ്യം വർക്ക് പോയിട്ടുണ്ട്. പിന്നെ നെറ്റിന്റെ ദുപ്പട്ട തൊട്ട് ബോഡി വരെ അത്യാവശ്യം നല്ല റിച്ച് വർക്ക് ആണ്, കണ്ടോ? ഫുൾ വർക്ക് ആണെങ്കിലും ഭയങ്കര എലഗന്റ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ലൊരു ഇയറിംഗും കൂടി ഉണ്ടെങ്കിൽ ഇല്ല, ഇത് ശരിക്കും ഇയറിംഗിന്റെ ആവശ്യമില്ല, ഭംഗിയായിട്ട് പെയർ ചെയ്യാം. ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റ് ദുപ്പട്ടയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്നാലും സ്കാലപ്പ് ചെറുതായിട്ടൊരു സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. അതെ, ഇതില് ഒരുപാട് കളേഴ്സ് ഉണ്ടാവും. കളേഴ്സും ഉണ്ട്. ഇത് സിമ്പിൾ, ഇത് ഫുൾ 3 പീസിന്റെ അല്ലെങ്കിൽ ഗൗൺ വരുമ്പോ നമുക്ക് ദുപ്പട്ടയും ഫുൾ ഗൗൺ ആയിട്ടായിരിക്കും വരിക. അങ്ങനെ അല്ലേ? ഇതില് നോക്കുകയാണെങ്കിൽ അതും അതേപോലെ തന്നെ ആലിയ കട്ടിൽ വരുന്നത് സിമ്പിൾ ആയിട്ട് ഒരു ഗോൾഡൻ സിർദൗസി വർക്കിൽ വരുന്നതാണത്. ഫുൾ അത്യാവശ്യം വർക്ക് യോക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട്. ദുപ്പട്ടയൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. കാരണം എല്ലാവരും ദുപ്പട്ട ഭയങ്കര ഹെവി ആയിട്ട് ചൂസ് ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പൊ ദുപ്പട്ട ഹെവി ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കും. അപ്പൊ ഇങ്ങനെ ആവുമ്പോ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണെങ്കിലും കസ്റ്റമേഴ്സിനാണെങ്കിലും ചൂസ് ചെയ്യാം. ഹെവി ആയിട്ട് ചെയ്യുമ്പോൾ അത് ആൾക്കാർ എല്ലാവരും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. അതെ, അപ്പൊ ഇതിൽ തന്നെ ഈ സെയിം കളക്ഷൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ അതിലും സിമ്പിൾ ആയിട്ടുള്ള കാഷ്വലി സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരാൾക്ക്
ഒരു ഗൗൺ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇത് 2 പീസ് ആണെന്ന് തോന്നുന്നു. അതെ അതെ, ഇല്ല ഇത് അതെ 2 പീസ് ഗൗൺസ് ഒക്കെ 2 പീസ് ആയിരിക്കും. ഓക്കെ, വിത്ത് ദുപ്പട്ട, പാന്റ് ഉണ്ടാവില്ല എല്ലാത്തിലും. അതെ, ഇത് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ടോപ്പ്, അതിന് കൂടെ വരുന്ന ഗൗൺ, അതിന് കൂടെ വരുന്ന ദുപ്പട്ട. ഒരു ഹൈ നെക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. അതിൽ ഇവിടെ ഈ ഒരു പോർഷനിൽ നന്നായി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സ്ലീവിന്റെ എൻഡിലും ഓർഗൻസയുടെ മെറ്റീരിയലാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് ഫുൾ ചെയ്തിരിക്കുന്നത്. ഹെവി ഹാൻഡ് വർക്കിൽ വരുന്ന ഗൗൺസ് ആണ്. ഓ, വർക്കിന് ഒരു കുറവുമില്ല, കോംപ്രമൈസും ഇല്ല, കുറവും ഇല്ല കേട്ടോ. എവിടെയൊക്കെ വർക്ക് വേണ്ട അവിടെയൊക്കെ വർക്ക് ഉണ്ട്. ഇതിന്റെ ദുപ്പട്ട അങ്ങനെ തന്നെയാണ് കേട്ടോ, കണ്ട അത്യാവശ്യം വർക്കാണ്, വർക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഫുൾ ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും എല്ലാം കൂടി വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ എംബ്രോയിഡറി വർക്കാണ് ഫുൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഗൗണിൽ വരുന്ന കളക്ഷനാണ് ഇത്. ഒരു ബ്ലാക്കും അല്ല ഗ്രേയും അല്ല, ഒരു നോർമൽ ബ്ലാക്ക് അല്ലേ. അതെ, അതില് സ്ലീവ് സിമ്പിൾ. ഇത് ഗ്രേ, ഇത് ഗ്രേ, അത് ബ്ലാക്ക് ആണ്. എലിഫന്റ് ബ്ലാക്ക് ഇതാണ്. ഫുൾ ഇങ്ങനെ ഇനി വർക്ക് വേണോ, കല്ലുള്ളത് വേണോ, കല്ലില്ലാത്തത് വേണോ, ഏത് വന്നാലും ഇവിടെ റെഡി അല്ലേ. അതെ അതെ അതെ. ഓക്കെ, ഇതൊരു ജാക്കറ്റ് ടൈപ്പ് ആണ്. ഇതും കൂടി കാണിക്കാം, കണ്ടോ. ഇത് എങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ 2 ഗൗൺ ഇത് ജാക്കറ്റ് ഇല്ലാണ്ട് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് പെയർ ചെയ്തിട്ട് കണ്ടോ 2 പീസ് ആണ്. ഓ, ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് 2 പീസ് ആണെന്ന് പറഞ്ഞു, 3 പീസ് ആണ് കേട്ടോ. വിത്ത് ദുപ്പട്ട എടുക്കാം, പാന്റ് അല്ല, ടോപ്പ്, അതിന്റെ ജാക്കറ്റ് വിത്ത് ദുപ്പട്ട. ഇപ്പൊ ജാക്കറ്റ് വേണമെന്ന് വെച്ചാൽ ജാക്കറ്റ് അങ്ങനെ യൂസ് ചെയ്യാം. ഇത് കെട്ടിയുടെ എങ്ങനെ വേണമെങ്കിലും ഇത് ഇട്ട പോലെ ആ ഒരു ഗൾഫിലത്തെ ഒരു ലുക്ക് പോലെ സ്ത്രീകളുടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഇനി വെസ്റ്റേണിലുണ്ട് കോട്ട് സെറ്റ്സ്. ഇപ്പൊ നമ്മുടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോണ ഒരു സംഭവം അല്ലേ കോട്ട് സെറ്റ്. കണ്ടോ, കുറച്ച് ഹെവി ആയിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന കോട്ട് സെറ്റ്സ് ആണ്. ഓ, അത്യാവശ്യം നല്ല വർക്ക് കയറിയിട്ടുണ്ട് അല്ലേ. അതെ, സ്ലീവിലും കോളറിലും ആണ് കേട്ടോ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. കോട്ട് സെറ്റ് നോർമൽ കോട്ട് സെറ്റ്സ്, നോർമൽ സിമ്പിൾ ആയിട്ട് വരുന്നത് ക്വാളിറ്റി ആണ് അടിപൊളി. ഇത് നമുക്ക് വന്നിട്ട് നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കിയാൽ ഇതിന്റെ മെറ്റീരിയൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒന്ന് തൊട്ട് ഫീൽ ചെയ്യാം, തൊടണം എന്നില്ല ശരിക്കും. ഇത് ഇങ്ങനെ തന്നെ കാണുമ്പോ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതും കോട്ട് സെറ്റിനാണ്. ഇത് ഇങ്ങനെ കോർണർ ടൈപ്പ് ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ഇത് വന്നിരിക്കുന്നത്. വിത്ത് പാന്റ് അടക്കം വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ വർക്കും നന്നായിട്ടുണ്ട്. ഇതിന്റെ വർക്ക് ഒന്ന് സൂം ചെയ്യാം, നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. വർക്ക് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഇതിന്റെയൊക്കെ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. സൈസസും അവൈലബിൾ ആണ്, കളേഴ്സും കണ്ടോ. ഇത് ആലിയ കട്ടിൽ തന്നെ വരുന്ന ഒരു കോട്ട് സെറ്റ് ടൈപ്പ്, ചെറുതായിട്ട് വരുന്നത്, ലോങ് അല്ല കോട്ട് സെറ്റിൽ വരുന്നത്. ഇതിന്റെ പാന്റ് വരുമ്പോ ഷറാറ ആയിട്ടാണ് വരിക, അതും വിത്ത് ദുപ്പട്ടയാണ് വരുന്നത്. ഓക്കെ, കണ്ടോ. ഇത് സറാറ മോഡൽ അല്ലേ, ആലിയയില് സറാറ അടിപൊളി വിത്ത് ദുപ്പട്ട, അതും ഗ്രീനില്. ഗ്രീൻ ഇത് കളർ ഉണ്ട്, ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ്, എല്ലാ കളേഴ്സും വരുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി വെസ്റ്റേണിലേക്ക് കടന്നാലോ നമുക്ക്? ഓ, കടക്കാലോ. ഇതൊക്കെ നോർമൽ ടൈപ്പ്, നമുക്ക് ഡെയിലി ഇപ്പോൾ ഒരു ഓഫീസ് വെയർ അങ്ങനെയൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റിയത്. ഫുൾ ആണ് അല്ലേ? അതെ അതെ, ഇതൊക്കെ ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗൗൺ ടൈപ്പ്, അതെ, ഡെയിലി വരുന്നുള്ളത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് 499 ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അത് വെസ്റ്റേൺ ആണോ എന്താണെന്നുള്ളത് നിങ്ങൾ ചോദിച്ചറിഞ്ഞോളൂ. ഇതൊക്കെ സിമ്പിളായിട്ട് വരുന്ന ഒരു രീതിയിലുള്ള ലോങ് ഗൗൺസ് ആണ്. ഇത് വരുമ്പോൾ ഇത് വെസ്റ്റേൺ ടൈപ്പ് ഒരു ഫ്രോക്ക് ടൈപ്പ് വരുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് കേട്ടോ. അതില് ഇങ്ങനെ സ്ലീവ് പഫ് സ്ലീവ് ആണ്, കോളർ നെക്കിൽ വന്നിരിക്കുന്നത്, വി നെക്ക് ഒക്കെ ട്രെൻഡ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡാണോ ഇത് വരുന്നത്? അതെ അതെ, നമുക്കപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാം. ഇത് കുറേ ഷർട്ട് ടൈപ്സ്. വെസ്റ്റേണിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന്. വെസ്റ്റേണിൽ കേട്ടോ, ഇത് സിമ്പിളായിട്ട് നമുക്ക് ടീനേജുകാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് അതാണോ പ്രശ്നം? റേറ്റ് നിങ്ങൾ വിളിച്ച് ചോദിച്ചോട്ടോ, റേറ്റ് ഒക്കെ വിളിച്ച് ചോദിക്കുക. അതെ, ദിയ ബുട്ടീക്സ്. അതെ, ഇത് നമ്മുടെ എറണാകുളത്ത്. ഇതൊരു ക്രോപ്പ് ടോപ്പും പലാസോ പാന്റ് ആയിട്ട് വരുന്നതാണ്. വാവ്, ഇത് സൈസ് ഏതാ വരുന്നത്? ഇത് 3XL വരെ നമുക്ക് അവൈലബിൾ ആണ്. 3XL? അതെ. ഇതിന്റെ പാന്റ് പ്രിന്റും വേറൊരു പ്രിന്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് 2 ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ ഇതിന്? ഓക്കെ, ക്രോപ്പ് ടോപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ നല്ല ലൂസായിട്ട്. അതിന്റെ സ്ലീവ് ഒക്കെ ഒരു പ്രത്യേക ഇതാണ്, ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വലിച്ചിട്ടുമ്പോ കറക്റ്റ് ഇതിൽ കിടന്നു. ഓക്കെ ഓക്കെ. വെസ്റ്റേണിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, കുറച്ച് കാണിക്കുന്നുള്ളൂ. ഇതാ കോട്ട് സെറ്റ്
വേറെ ഒരു ടൈപ്പ് കോട്ട് സെറ്റ്. ഇതിന്റെ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ആണ്. നിങ്ങൾക്ക് മെറ്റീരിയൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതെ, പിന്നെ മെറ്റീരിയൽ നമുക്ക് ശരിക്കും വീഡിയോയിൽ കാണാൻ പറ്റുന്നവർക്ക് അറിയാൻ പറ്റുന്നവർക്ക് ആണെങ്കിൽ അറിയാം, പക്ഷെ എന്നാലും നേരിട്ട് വരാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. പിന്നെ ആനിവേഴ്സറിയുടെ ഓഫറും കൂടി നടക്കുന്നുണ്ടല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ആ ഒരു ആഘോഷിക്കുക, ആ ഒരു സമയം മുതലാക്കി എടുക്കുക. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ കളക്ഷൻസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതും കോട്ട് സെറ്റിൽ തന്നെ വരുന്നതാണ്. നമ്മൾ യൂഷ്വലി കാണുന്നത് പാന്റ് ടൈപ്പ് അല്ലേ, ഇത് നമുക്ക് സ്കേർട്ട് ടൈപ്പിൽ വരുന്നത്. ഓഹോ, ഞാൻ അതിന് വിചാരിച്ചത് ഇത് പാന്റ് അല്ലല്ലോ. കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ നോർമലി ഞാൻ സ്കേർട്ട് അല്ല പാന്റ് ആണ് കണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരും. ഇതിന്റെയൊക്കെ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാത്തിൻ്റെയും കളേഴ്സ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി കോട്ട് സെറ്റിൽ വരുമ്പോൾ പിന്നെ പിടിക്കാം. ഇത് ലോങ് ഷർട്ട് ടൈപ്പ് വരുന്നത് നമുക്കൊരു ജീൻസിന്റെ കൂടെയോ ലെഗിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ടായാലും ഇടണോണ്ട് കുഴപ്പമൊന്നുമില്ല. ആ, പെയർ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അത് എങ്ങനെയാ പെയർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇതൊരു 3 പീസ് ആണ്. ഇത് ഇങ്ങനെ വരും. ഇന്നർ ഒരു സ്ലീവ്ലെസ് ആണ്. ഇതൊരു ജാക്കറ്റ് വരുന്നതാണ് പുറത്ത്. ഇതിന്റെ സെയിം ടോൺ തന്നെ പാന്റും വരും. ഓക്കെ, പിന്നെ നെക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഹൈ നെക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് പാറ്റേൺസ് ഉണ്ട്. നോർമൽ ഒരു ഷർട്ടാണ്, സ്ലീവ് നെക്കിൽ മാത്രം നമ്മൾ ചെറുതായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിവിടെ ചെയ്ത വർക്കാട്ടോ, സിമ്പിൾ ആയിട്ട് നെക്കിൽ ചെയ്ത വർക്ക്. ആൾക്കാർ പൊതുവെ എല്ലാവരും ബ്ലാക്കിനോട് ഭയങ്കര അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതെ, അതിന് കുറച്ചുകൂടി അട്രാക്ട് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോളറിന്റെ ഭാഗത്ത് കുറച്ച് വർക്ക് കയറ്റിയിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, ഇതെന്ത് സംഭവം? ഇത് ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ്. കണ്ടോ, ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടില്ല, ഇത് മാത്രമായിട്ട്. ഇതിന്റെയൊക്കെ കളേഴ്സ് ഉണ്ടാവും. ഇതിന്റെ ഇത് ബ്ലാക്ക് കളേഴ്സ്, ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതില്ലേ. ഓക്കെ, വെസ്റ്റേണിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. ഒരു സെമി വെസ്റ്റേണും വേണമെങ്കിൽ പറയാം. അതെ, ഫുൾ പക്ക വെസ്റ്റേൺ എന്നൊക്കെ പറയുമ്പോൾ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത്. അതെ, അതങ്ങനെയല്ല, എക്സ്പോസ് ചെയ്യാത്ത വിധത്തിലുള്ള വെസ്റ്റേൺസ് ഉണ്ട്. അത് കൂടാണ്ട് ദുപ്പട്ടാസ് നമുക്ക് പെയർ ചെയ്ത് എടുക്കേണ്ടതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ദുപ്പട്ടാസ് ആണുള്ളത്. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് മാച്ച് ചെയ്തിട്ട് പെയർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ പ്രിന്റില് എംബ്രോയിഡറിയിൽ അങ്ങനെ വരുന്നത്. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പ്ലെയിനിൽ വരും. പിന്നെ ഇതൊക്കെ മെറ്റീരിയൽസ് വേറെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽസ് ആണ്. നമ്മുടെ ഇവിടെ നോർമൽ മെറ്റീരിയൽസ്, ഇന്ത്യൻ മെറ്റീരിയൽ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. എല്ലാം ഇമ്പോർട്ടന്റ് മെറ്റീരിയൽസ് ആണ്. അത് നമുക്ക് ജസ്റ്റ് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് മനസ്സിലാവും. കണ്ടോ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ്. ഇതൊക്കെ അപ്പൊ ഒരു പ്ലെയിനിലുണ്ട്, അതുപോലെ തന്നെ പ്രിന്റഡിലും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് കിടന്നാലോ? കിടക്കാലോ. ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിലും വെസ്റ്റേൺ തന്നെയാണ്, പക്ഷെ ഇവിടുന്ന് തുടങ്ങാം. നമുക്ക് തുടങ്ങാം, എടുത്തോളൂ. ഇതൊക്കെ നോർമൽ ടീനേജേഴ്സിന് പറ്റിയ നോർമൽ ടോപ്സ് ആണ്. കണ്ടോ, ഇതൊക്കെ ക്രോപ്പ് ടോപ്സിൽ വരും. ഇതൊക്കെ ജീൻസിന് മുകളിൽ ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്സ്. അതാണ് ഈ ഒരു സെക്ഷൻ മൊത്തം. കുറച്ച് ഷർട്ട് ടൈപ്സ് വരുന്നത് കണ്ടോ, ഇങ്ങനെ ഷർട്ടിൽ വരും. ഷർട്ടിൽ അതിൽ ഹൈലോ പാറ്റേൺ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വർക്ക് കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ. പിന്നെ ഇതാ വെറൈറ്റികളുണ്ടെന്ന്. അതെ, ഒക്കെ 499 ആണ് അല്ലേ സ്റ്റാർട്ടിങ്? അതെ, 499 ആണ് ഇതിലൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. ഇതിപ്പോ കോട്ടണിൽ തന്നെ വരുന്ന ഒരു കോട്ട് സെറ്റ് ആണ്. പാന്റ് അടക്കം വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഫുൾ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് സ്ലീവ് മാത്രം കണ്ട, നെക്കില് ജസ്റ്റ് ഒരു ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഡിഫറെന്റ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അല്ലേ. ഇത് നോക്കുകയാണെങ്കിൽ ഇത് മെറ്റീരിയൽ നന്നായിട്ടുണ്ട് കേട്ടോ. ട്രെൻഡിങ് ആണല്ലോ ഇപ്പൊ വി നെക്ക്. ചെറിയൊരു പേൾ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ചെറിയൊരു പാറ്റേൺ. ഇത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ സൈസ് നമുക്ക് പ്രശ്നം വരില്ല. വിത്ത് ബെൽറ്റ് ഒക്കെ വരുന്നോണ്ട് ഏതോ ഒരു 12 to 13 ഇയേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക്, ഒരു 20 to 23 വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് വെയർ ചെയ്യാം. ഇത് വലിയ ആൾക്കാർക്കുള്ളത് ഉണ്ടോ ഇതില്? വലിയ ആൾക്കാർക്കുള്ളതുണ്ട്. ഇത് ലോങ് ഷർട്ട്സ് അതിലും ഉണ്ട് കേട്ടോ. ലോങ് ഷർട്ട്സ് വലിയ ആൾക്കാർക്ക് വരുന്നതും അതിനകത്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതും കോട്ട് സെറ്റ് ആണ്. ഇതിന്റെയൊക്കെ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണിത്. നോർമൽ ഫാബ്രിക് അല്ല, കുറച്ച് നല്ല ടൈപ്പ് ഫാബ്രിക്. പിന്നെ അയണ്ട ആവശ്യം വരുന്നില്ല. ധൈര്യമായിട്ട് പെട്ടെന്ന് പോണ്ടൊക്കെ വന്നാലും നമുക്ക് ഇട്ടിട്ട് പോവാം. ഇത് വരുന്നത് ഒരു ഫിഷ് കട്ട് ടൈപ്പ് സ്കേർട്ട് ആയിട്ടാണ് കാണിക്കാം. സ്കേർട്ട്, അതെ, ഒരു ഫുൾ സ്ലീവില് കണ്ടോ. സ്കേർട്ട് ടൈപ്പ് ആയിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് വെസ്റ്റേണിൽ വരുന്നത് കളക്ഷൻസ്. ഓക്കെ, അപ്പോൾ വെസ്റ്റേണിൽ ഇനി അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഇവിടെയും കുറെ വെസ്റ്റേൺസ് ഉണ്ട്, പക്ഷെ ഇത്ര നേരം നമ്മൾ കാണിച്ചത് മൊത്തം ഷോർട്ട് ആയിട്ടാണ്. ഇനി കാണിക്കുന്നത് ലോങ് ആയിട്ട്.
ലോങ് ആയിട്ട് വരുന്ന വെസ്റ്റേണിൽ വരുന്ന കളക്ഷൻസ്. ഇതിന്റെയൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെയൊക്കെ ഒരു പീസ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. കളേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇത് നമുക്ക് പുറത്ത് ജസ്റ്റ് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഷ്രഗ് ആണ്. ഇതിന്റെയൊക്കെ കളേഴ്സ് അവൈലബിൾ ആയിരിക്കും. സൈസ് ഒരു 4XL to 5XL വരെ ഷ്രഗ് വരുന്നുണ്ട്. ഇതൊരു ലോങ് വെസ്റ്റേൺ ട്യൂണിക് വരുന്നതാണ്. ലോങ്ങില്. അതെ. അപ്പോൾ വെസ്റ്റേണിലാണ് ഇത്രയും കളക്ഷൻസ് വരുന്നത്. ഇനി വെസ്റ്റേണിൽ 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. ഇത് ഇന്നർ വരും. സ്ലീവ്ലെസ് ആണ്. ഇത് ഉള്ളിൽ ഒരു സ്ലീവ്ലെസ് ടോപ്പ് വന്നിട്ട് ഒരു ജാക്കറ്റ്. അല്ല ഇത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഇത് പക്ക വെസ്റ്റേൺ ആയിട്ടാണ്. ഇത് വരുമ്പോൾ കുറച്ച് എത്നിക്കിന്റെ ഒരു ടച്ച് വരും. ഇത് ഇങ്ങനെ ജാക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിന്റെ വേറൊരു പാറ്റേൺ ആണ്. അതേപോലെ തന്നെ ഇതാകുമ്പോൾ സ്മോക്കി വർക്കാണ് ചെസ്റ്റിൽ വരുന്നത്. ഇത് അങ്ങനെ ഊരിയിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ചെറിയ ഷ്രഗിൽ വരുന്നതാണ് കേട്ടോ, ക്രോപ്പിൽ വരുന്ന ഷ്രഗ്. ഇതിലും ഇതൊക്കെ വെസ്റ്റേണിൽ വരുന്ന ഔട്ട്ഫിറ്റ്സ്. അതെ, ഇതൊക്കെ വിത്ത് 2 പീസ് വരും. ചില ആൾക്കാർക്ക് 2 പീസ് ചൂസ് വരുന്ന ആൾക്കാർ ഒരുപാട് പേര്. അതെ, ദുപ്പട്ട കൂടി ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ട്. അങ്ങനെ നമുക്ക് പെയർ ചെയ്തെടുക്കാം. തട്ടം ഇടേണ്ട ആവശ്യം വരാണെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് ആ ഒരു ഡ്രസ്സ് എടുക്കാൻ പറ്റാണ്ട് വരണ്ട. അതെ, ഇത് കണ്ടത് ഇതൊരു കോഡ് സെറ്റിന്റെ പാറ്റേണിൽ വരുന്നതായിരുന്നു. ഇപ്പൊ പൊതുവെ ഇങ്ങനെ ഈ ഒരു മെറ്റീരിയലാണ് കോഡ് സെറ്റ് വരുന്നത്. അത് തന്നെ നമ്മളൊരു വെസ്റ്റേൺ ഫുൾ ചെയ്തെടുത്തതാണ്, ട്യൂണിക് ആയിട്ട് ചെയ്തെടുത്തതാണ് വർക്ക്. ഓക്കെ, ഇത് വരുമ്പോൾ ഹാഫ് ആൻഡ് ഹാഫ് സ്റ്റൈലില്. ഇത് വൺ സൈഡ് വരുന്നത് ഒരു കഫ്താനാണ്. കഫ്താൻ ടൈപ്പ്, ഒരു സൈഡ് സ്ലീവ്. ഓ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട് അല്ലേ? ഇതിന്റെ നടുക്ക് ഒരു ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്ത് അല്ലേ? ഓക്കെ, ഇനി ഇതും നേരത്തെ കണ്ട പോലത്തെ വേറൊരു പാറ്റേൺ ആണ്. ഇതേപോലെ ഷ്രഗ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. അതില് ഷ്രഗ് ഡിഫറെന്റ്, കംപ്ലീറ്റ്ലി ഒരു വെസ്റ്റേൺ, പക്ക വെസ്റ്റേൺ. അതെ, അത് നല്ല ഷേപ്പിൽ ഇങ്ങനെ കിടക്കും. ടീനേജുകാർക്കൊക്കെ നല്ല ഭംഗിയുള്ളവര്. അത് ബാക്കിൽ ഇങ്ങനെ കെട്ടാനുള്ള ഡ്രോ സ്ട്രിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരാണെങ്കിൽ ഒരു സ്ഥലമില്ല എന്ന് വിചാരിക്കണ്ട, ഞങ്ങളൊരു മുക്കില് നിന്നിട്ട്. പിന്നെ ഇതൊരു സാമ്പിൾ ഏരിയ മാത്രമാണ് കേട്ടോ. കാരണം ഇവിടെ എല്ലാം സ്റ്റോക്ക് വെക്കില്ല അല്ലേ? ഇല്ല, സ്റ്റോക്ക് വേറെ സ്ഥലത്തായിരിക്കുന്നത് അല്ലേ? നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് പീസുകൾ മാത്രമേ വെക്കുള്ളൂ. ഓക്കെ, ഇത് അത്യാവശ്യം 5XLകാർക്ക് വരെ നമുക്ക് വെയർ ചെയ്യാം. അവർക്കും വെസ്റ്റേൺ വെയർ ചെയ്യണമല്ലോ. അതെ, വേണമല്ലോ. അപ്പൊ അവർക്കും ഇത് നെക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഹൈ നെക്ക് പോലെ നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് വരുന്നത് അല്ലേ? വെറൈറ്റികൾ ഉണ്ടെന്ന്. പിന്നെ ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ എത്തിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം കാണിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. വീഡിയോ കോൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഓൾറെഡി നമുക്ക് ഒരു അരമണിക്കൂറിന്റെ മേലെ ആയിട്ട് ഒരു പർദ്ദ ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ്. ഇപ്പൊ പർദ്ദ ടൈപ്പിലും വെസ്റ്റേൺ ടൈപ്പ് ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു മെറ്റീരിയൽ ഫീൽ ചെയ്ത് അറിയാം. ഇതൊരു അബായ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതിലും നമ്മളൊരു വെസ്റ്റേൺ ടച്ച് കൊണ്ടുവന്നിരിക്കുകയാണല്ലേ? നിങ്ങൾക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിലും ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കൊരു ദുപ്പട്ട കൂടി എടുത്തിട്ട് ഇതിന് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വിചാരിക്കും ഒരു പർദ്ദ ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോയ ഒരു ഫീൽ ആയിരിക്കും. അവർക്കും ഒരു വെസ്റ്റേൺ ടൈപ്പിൽ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റുന്നല്ലേ? ഓക്കെ, പിന്നെയും ഉണ്ട് കേട്ടോ. ഇതെല്ലാം വെസ്റ്റേണിൽ വരുന്നതാണ്. ഇത് ഫുള്ള് വെസ്റ്റേണിൽ വരുന്നത്. ഈ സൈഡ് ഒന്ന് വിട്ടുപോയിട്ടുണ്ട് നമ്മള്. ഇത് നോർമൽ അത്യാവശ്യം ലോങ് ഷർട്ട് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. ഒരു 3XL സൈസിന് പറ്റിയ 30+ ആണെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാൻ വൾഗറായിട്ട് തോന്നൂല. ഇത് കണ്ടോ, ഇതൊക്കെ കോഡ് സെറ്റ് ആണ് കേട്ടോ. ഇത് പ്ലസ് വലിയ ആൾക്കാരുടെ കോഡ് സെറ്റ് ആണ്. അത്യാവശ്യം ഒരു നീ ലെങ്ത് വരെ ടോപ്പ് വരും. നല്ലൊരു പലാസോ പാന്റ്, നല്ലൊരു ലൂസ് ഫിറ്റിൽ കിടക്കും. ഒട്ടും ബോറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതൊരു ക്രോപ്പ് ടോപ്പ്. ഇതിന്റെ ഒക്കെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. സൈസസും അവൈലബിൾ ആണ്. അതെ, അതും പറയാൻ പറ്റില്ല. അതാണ് മെയിൻ, സൈസസും കളേഴ്സും കൂടിയിട്ട് എല്ലാവരും നോക്കുന്നത്. ഇതിന്റെ സ്ലീവ് ഒരു ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ്. സ്ലീവ് മാത്രം ഇങ്ങനെ വരും. കണ്ടോ, ഇതിന്റെ ഒക്കെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാത്തിനും കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മളിപ്പോ കാണിച്ചിരിക്കുന്നത് മൊത്തം ഡ്രസ് ഐറ്റംസ് ആണ്. അത് കൂടാണ്ട് ഇവിടെ കിട്ടുന്ന വേറെയും കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് അറിയോ? ആക്സസറീസ്. അത് നമ്മൾ കാണിക്കാൻ മറക്കട്ടെ. പിന്നെ കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പൊ കസ്റ്റമറെ ഒന്ന് ഡീൽ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കസ്റ്റമറിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുത്തോ. ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കണുള്ളൂ. അപ്പൊ അവര് കളക്ഷൻസ് ഒന്ന് ചൂസ് ചെയ്യട്ടെ. അപ്പൊ അതുവരെയ്ക്ക് ഒരു ബ്രേക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. കസ്റ്റമേഴ്സിന്റെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ കാരണം ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് തിരക്കുകളും. പിന്നെ ഇനി എന്താണ് നമുക്ക് കാണിക്കാൻ വെച്ചാൽ ഒരുപാടുണ്ട് കാണിക്കാനായിട്ട്. പിന്നെ ആക്സസറീസ്, അതെ, അതൊന്ന് കാണിച്ചാലോ? ഓ,
ആക്സസറീസ് ഒക്കെ എങ്ങനെ വലുതും ചെറുതും സ്റ്റഡ്? തീരെ ചെറിയ സ്റ്റഡ് കുട്ടികൾക്ക് തുടങ്ങിയ ഒരു ടൈപ്പ് കണ്ടോ, ഇതൊക്കെ ഭയങ്കര സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമുക്ക് കളർ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ, കളർ പോവുകയില്ല. അവിടെ വെച്ചോ, അത് അവിടെ വെച്ചോ എനിക്കണ്ട. ഇങ്ങോട്ട് അടുത്തേക്ക് വരാണെങ്കിൽ കുറേ കളക്ഷൻസ് കാണാൻ പറ്റൂട്ടോ. ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് സ്റ്റഡിന് പറ്റുള്ളത് അല്ലേ, വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതിൽ വെസ്റ്റേണിൻ്റെ ഉണ്ട്, എത്നിക് വെയറിന്റെ കളക്ഷൻസ് ഉണ്ട് അല്ലേ? അതെ അതെ അതെ. ഇയറിംഗ്സിലൊക്കെ സ്റ്റാർട്ടിങ് എങ്ങനെയാ വരുന്നത്? 20 rupees തൊട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇയറിംഗ്സിലോ. അതെ. ഓ, ഇതൊക്കെ നല്ല ഹെവി, നമ്മൾ കുർത്തീസ് ഗൗൺസിനൊക്കെ കാണിച്ചില്ലേ, അതിന് പറ്റിയിട്ട് കുറെ മാച്ചിങ് കളക്ഷൻ. അത് കസ്റ്റമേഴ്സ് സാധാരണ ഡ്രസ്സ് എടുത്തിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ട് പെയർ ചെയ്തൊക്കെ എടുത്തിട്ട് പോക്കാണ് പൊതുവെ. അതുകൊണ്ട് കളക്ഷൻസ് നമുക്ക് നന്നായിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഓ, ഞാൻ കണ്ടു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാന്ന് വിചാരിച്ചോട്ടോ. കുറേ ഉണ്ട് കേട്ടോ, നല്ല ഹെവി പീസ് ആയിട്ടുള്ള പല പല കളേഴ്സിൽ വരുന്നത്. ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട്, റോസ് ഗോൾഡിലൊക്കെ വരുന്നത്. പിന്നെ കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സ് ഉണ്ട്, ഹെവിയിൽ വേണമെങ്കിൽ ഉണ്ട്, ജുംക്കയിൽ വരുന്നതുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ, ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതിൻ്റെയൊക്കെ കളേഴ്സ് ഉണ്ട്, എല്ലാത്തിൻ്റെയും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇയറിങ്സിൻ്റെയും ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ കുറേ ബോക്സിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ വെറൈറ്റീസ്, ചെയിൻസ്, ബാംഗിൾസ്, എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ബാംഗിൾസും ഉണ്ട്, ബാംഗിൾസും ഉണ്ട്. ഇയറിങ്സ് മാത്രമല്ല, ഇയറിങ്സ് മാത്രമല്ല നമുക്ക് ബാംഗിൾസ് ഉണ്ട്, ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. ഓ, ഞാൻ വിചാരിച്ചു ഇയറിങ്സ് മാത്രം ഇവിടെ. ഇത് കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള ബാംഗിൾസ് അവൈലബിൾ ആണ് കണ്ടോ. അപ്പൊ എന്തൊക്കെ വേണമെന്ന് കിട്ടുന്ന ബാംഗിൾസ് ആണ് കണ്ടോ. ഇതൊക്കെ എഡി സ്റ്റോണിൽ വരുന്ന കളക്ഷൻസ്, അമേരിക്കൻ ഡയമണ്ടിന്റെ വെറൈറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ബോക്സ് അങ്ങനെ തന്നെ എടുത്ത് കാണിക്കായിരിക്കും നല്ലത്. കണ്ടാ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് കണ്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ബോക്സിൽ കുറെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒളിച്ചത് കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം. പിന്നെ ഇത് കൂടാണ്ട് ഇത് നമുക്ക് പാൻസ് ഉണ്ട്, നോർമൽ പാൻസ് ഉണ്ട്, ലിനന്റെ പാന്റ് ഉണ്ട്. ലിനന്റെ പാന്റ് നമുക്ക് പൊതുവെ ഇവിടെ കുറവാണ് കണ്ടോ. സൈസും ഒരു 5XL വരെയുള്ള സൈസ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ പാൻസ് ഉണ്ട്. ലിനൻ ആട്ടോ, പ്യോർ ലിനൻ പാന്റ് ആണ്. പാൻസിൽ പിന്നെ നോർമൽ പാൻസ് ഉണ്ട്, ലെഗിൻസ് ഉണ്ട്, ജീൻസ് ഉണ്ട്, ജോഗേഴ്സ് ഉണ്ട്. പാൻസിൽ അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒക്കെ ബൾക്ക് ഇരിക്കുന്നത് ഇവരുടെ ഗോഡൌണിലാണ്. അതെ അതെ അതെ, നമ്മൾ കുറച്ച് പീസുകളെ വെക്കുള്ളൂ. എല്ലാം കൂടി വാരി വലിച്ചിടേണ്ട കാര്യമില്ല. പിന്നെ ഏകദേശം ഉള്ള കളേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ, എല്ലാത്തിന്റെ ഓരോ കളേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സ്റ്റോക്ക് വേറെയുണ്ട്. പിന്നെ ഇനി നമ്മൾ ഏകദേശം കുറച്ചൊക്കെ കാണിച്ചിട്ടുള്ളൂ വേണമെങ്കിൽ പറയാം. ഇനി ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. ഇതൊന്നും അങ്ങനെ കാണാത്ത ഒരു പാറ്റേൺ ആണ്. ഇതൊരു ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് ആണ്. നമ്മളിവിടെ ചെയ്തൊരു കാര്യമാണിത്. ഇൻഡോ വെസ്റ്റേൺ, ഇതൊരു സാരി ടൈപ്പ് കണ്ടോ, സാരി മോഡൽ വരുന്നത് അല്ലേ. ശരിക്കും ഒരു ഷ്രഗ് മോഡൽ എന്നും പറയാം. ഇത് മുകളിലത്തെ നല്ല ഭംഗിയുള്ളത് സൈസ് അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യട്ടെ. ഇത് ജസ്റ്റ് മെറ്റീരിയൽ ആണ്. ഇത് ബ്ലൗസിന്റെ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് റിമൂവ് ചെയ്താൽ ഇങ്ങനെ ഒരു അല്ലാണ്ട് നോർമൽ ഒരു സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യണമെങ്കിൽ കണ്ടോ, ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സാരി പോലെ നമുക്ക് പെയർ ചെയ്യാം. പിന്നെ ഇതിന്റെ വർക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ്, കാണുമ്പോൾ ഹെവി വർക്കാണ് തോന്നുമെങ്കിലും പക്ഷേ ഭയങ്കര കംഫി ആയിരിക്കും നമുക്ക് വെയർ ചെയ്യാൻ. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഹെവി ആയിരിക്കും ഇട്ട് വർക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ഭയങ്കര ഹെവി ഒക്കെ, പക്ഷെ ഹെവി ഒന്നല്ല, ലൈറ്റ് വെയിറ്റിലാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇങ്ങോട്ട് ഇവിടെ ഇരിക്കട്ടെ, അടുത്ത ആളെ പോയിട്ട് അടുത്ത ആളുടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, നല്ല ഒരു അതെ ഒരു എൻഗേജ്മെന്റിനൊക്കെ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗൗൺ ആണ്. ആക്ച്വലി ഇത് ഷ്രഗ് ആണ് വരുന്നത്. ഇന്നർ വരുന്നത് ഇങ്ങനെ ഒരു പ്ലെയിൻ ആണ് കണ്ടോ, പ്ലെയിൻ ഫുൾ ഗൗൺ വന്നിട്ട് ഒരു 3 പീസ് കോൺസെപ്റ്റ് ആണ്. ഇതൊരു ഫുൾ ഗൗണും പിന്നെ അതിലൊരു ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഷ്രഗും. അത് ഇതിലിപ്പോ വർക്ക് ചെയ്തതൊക്കെ ഇവരുടെ ഓൺ ഇൻ ഹൗസ് നടക്കുന്ന പ്രൊഡക്ഷൻ ആണ് കേട്ടോ. വർക്ക് ഹാൻഡ് വർക്ക് ആയാലും സ്റ്റിച്ചിങ് ആയാലും എല്ലാ കാര്യങ്ങളും. ഇതിപ്പോ സിൽവർ ആണ് ചെയ്തിരിക്കുന്നത്. അതിപ്പോ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഗോൾഡിൽ വേണമെന്ന് വെച്ചാൽ ഗോൾഡിൽ നമുക്ക് മെറ്റീരിയൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി ഇപ്പൊ ഒരു ബ്ലാക്കിൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കളർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ചെയ്ത് തരും. അത് നമുക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള വർക്കുകളും ചെയ്തു തരും. ഇനി ഇത്ര ഹെവി വേണ്ട, നമുക്ക് ചെറുതായിട്ട് നെക്കിലും സ്ലീവിലും മാത്രം നിങ്ങൾക്ക് മതിയെങ്കിൽ അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആകെ ഒരു കണ്ടീഷൻ, നമ്മൾ 20 to 25 വർക്കിംഗ് ഡേയ്സ് നമുക്ക് വേണം. ആ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഫിനിഷിംഗ് കൊണ്ട് പെട്ടെന്ന് ധൃതി പിടിച്ച് അയ്യോ ഇപ്പൊ വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ ആ വർക്കിന് കുറച്ചൊക്കെ ഇതുണ്ടാവും, എവിടെയെങ്കിലും ഒരു കുറവുകൾ അപ്പൊ കുറച്ച് ക്ഷമയൊക്കെ നമുക്ക് പെണ്ണുങ്ങൾക്ക് വേണം അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ലൊക്കേഷൻ കാര്യങ്ങൾ പറയാം, അതുപോലെ കടയുടെ പേര്, ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് പറയാനുണ്ട്. നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് കപ്പലണ്ടി മുക്ക്, എറണാകുളത്ത് തോപ്പുംപടിയിൽ
കപ്പലണ്ടിമുക്ക് എന്ന് പറയും. പ്രോപ്പർ കപ്പലണ്ടിമുക്ക് ജംഗ്ഷനാണ്. ഇതിന്റെ നെക്സ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് പെട്രോൾ പമ്പാണ്. അപ്പോൾ നിങ്ങൾ കപ്പലണ്ടിമുക്ക് പെട്രോൾ പമ്പ് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരും. ഇല്ലെങ്കിൽ വെസ്റ്റ് സൈഡ് ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാലും ഇവിടെ ഇറക്കി തരല്ല, നിങ്ങൾ വണ്ടിയിൽ നേരിട്ട് വന്ന് ഇറങ്ങാം. നമുക്ക് കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടും ദിയ ബുട്ടിക്, DHEEYA ബുട്ടിക്. അപ്പൊ ഇതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ ഇവിടെ എത്തിച്ചത്. ഞാനും ലൊക്കേഷൻ നോക്കിയിട്ട് തന്നെയാ വന്നത്, ആരും എനിക്ക് ഗൈഡ് ചെയ്ത് കറക്റ്റ് ലൊക്കേഷൻ നോക്കി കറക്റ്റ് ദിയ വന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അപ്പൊ ഇതാണ് കളക്ഷൻസ് വരുന്നത്. പിന്നെ ഇവിടെ ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 1 ഇയർ ആയതിന്റെ ഒരു ആനിവേഴ്സറി. അതെ 1 ഇയർ ആയതിന്റെ ഞങ്ങൾ സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ്. അപ്പൊ എല്ലാരും ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഓഫേഴ്സ് ഒക്കെ നേരിട്ട് വന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതിന് 100 ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് 20%, 30% എന്നൊക്കെ പറഞ്ഞാലും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പം നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി നോക്കാം. അപ്പൊ അതിന്റെ വെച്ചാൽ ഇതേ സെയിം ഡൂപ്പ് നമുക്ക് വേറെ ഷോപ്പിലും ഉണ്ടാവും. അപ്പൊ അത് ഇതും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു മാറ്റം അറിയണമെങ്കിൽ ഇവിടെ വന്നേ പറ്റൂ. അതെ, നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ റിവീൽ ചെയ്യാറില്ല. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടേതായ കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ യുണീക്ക് പീസുകളുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അതാണ് ഇത്ര ഉറപ്പോടുകൂടി പറയണ, ഷോപ്പ് വിസിറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഷോപ്പിന്റെ സമയം വരുന്നത് 10:30 to 10 വരെ വരുന്നുണ്ട്. സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ 10:30 വരെയൊക്കെ നമ്മൾ ഉണ്ടാവും. സൺഡേസ് ആകുമ്പോൾ ആഫ്റ്റർ 4 ആണ്, 4 to 10 വരെ ഉണ്ടാവും. 2 അല്ലെങ്കിൽ 4 to ആഫ്റ്റർനൂൺ ടൈമിൽ എന്തായാലും. പിന്നെ ഞാൻ നേരത്തെ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടിയിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ. പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു ബ്രൈഡൽ വരെ എൻഗേജിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. ഇപ്പൊ ഇത് തന്നെ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ചിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു ഇപ്പൊ നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് അതാണ് നമ്മൾ നോക്കുന്നത്. കസ്റ്റമറിന്റെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അവരുടെ ഒരു ബഡ്ജറ്റിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും വർക്ക് വേണ്ട, നമുക്ക് ഈ ഓക്കിൽ മാത്രം മതി, ഡബിൾ കളർ തന്നെ വേണം. അപ്പൊ അതനുസരിച്ച് റേഞ്ചും മാറിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ്. എല്ലാം എന്താ പറയുക, ലേഡീസിനുള്ള ഒരു ഷോപ്പാണെന്ന് പറയാം. എന്ന് വെച്ചാൽ അവർക്ക് ആക്സസറീസ് ഉണ്ട്, ഹെയറിലേക്ക് ഇതിലേക്ക് അതിലേക്ക് എല്ലാ ഐറ്റംസ്. ഹാപ്പി ആയിട്ട് പോവാ, ഒരു കസ്റ്റമർ വന്നാൽ ഹാപ്പി ആയിട്ട് പോവാ. അത്രേ ഉള്ളൂ. ഒരെണ്ണം മേടിക്കാൻ വന്നൊരു 5 എണ്ണം മേടിച്ച് പോവാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കളക്ഷൻസ്. അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്.